ഭർത്താവിന് അറുകൊല ചെയ്യുന്നു. 50 രൂപക്ക് വേണ്ടി ഒരു കുടുംബത്തിന്റെ താങ്ങും തണലുമായ കുടുംബനാഥനെ നിഷ്കരണം കൊല്ലുന്നു. ഇങ്ങനെയെല്ലാം നടക്കുന്നു. ചിലപ്പോൾ 100 അല്ലെങ്കിൽ ചിലപ്പോൾ 1000 രൂപ, ഇങ്ങനെയെല്ലാം ഇതെല്ലാം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. എന്തുകൊണ്ട് ഇത്തരം ക്രൂരമായ നടപടിക്രമങ്ങൾ നമുക്കിടയിൽ ഇപ്പോഴും പെരുകിക്കൊണ്ടിരിക്കുന്നു? രാഷ്ട്രീയ കൊലപാതകങ്ങൾ മറ്റൊരു വശത്ത്. കേരളത്തിലെ രാഷ്ട്രീയ കൊലപാതകങ്ങൾക്ക് സാക്ഷിയായ അല്ലെങ്കിൽ സാക്ഷ്യം വഹിച്ച പ്രദേശങ്ങളിലേക്ക് കേരളത്തിന്റെ മുഖ്യധാര മാധ്യമ പ്രവർത്തകർ ക്യാമറയുമായി ചെന്നു. ആ സമയത്ത് അവിടെയുള്ള സ്കൂൾ പഠിക്കുന്ന 5ാം ക്ലാസ് പഠിക്കുന്ന 4ാം ക്ലാസ്സിലോ 5ാം ക്ലാസ്സിലോ പഠിക്കുന്ന കുട്ടി കേരളീയ പൊതുസമൂഹത്തോട് മാധ്യമങ്ങൾക്ക് മുന്നിൽ നിറകണ്ണുകളോടെ വിറക്കുന്ന ശബ്ദവുമായി ആ കുട്ടി ചോദിച്ച ചില ചോദ്യങ്ങളുണ്ട്. എന്തിനാണ് അവരെന്റെ പിതാവിനെ കൊന്നത്? എന്തിനാണ് അവരെന്റെ അച്ഛനെ കൊന്നത്? എന്റെ അച്ഛൻ പാവമായിരുന്നില്ലേ? എന്റെ അച്ഛൻ സാധുവായിരുന്നില്ലേ? എന്തിനാണ് അവരെന്റെ പിതാവിനെ കൊന്നത് എന്ന് വാവിട്ട് നിലവിളിക്കുന്ന ആ മകന് എന്തു മറുപടി പറയാനുണ്ട്? രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ നിറസാന്നിധ്യങ്ങളായി നിൽക്കുന്ന അല്ലെങ്കിൽ കേരള സാക്ഷര കേരളത്തിന്റെ മക്കളായ നമുക്ക് വിധവയായ ആ സഹോദരിയുടെ കണ്ണീരൊപ്പാൻ നമുക്ക് കഴിയുമോ? 10 മാസം നൊന്തുപറ്റ മാതാവ്, ആ മാതാവ് അവിടെ നിന്ന് വിതുമ്പുന്നു, ഞാൻ എന്റെ മകനെ സ്നേഹിച്ച് ലാളിച്ചു വളർത്തി, എനിക്ക് ആകെയുള്ളത് ഒരേ ഒരു മകൻ, അവനാണ് ഈ കുടുംബത്തിന്റെ താങ്ങും തണലും. അവൻ വിട പറഞ്ഞതോടുകൂടെ വിധവയായ എന്റെ മരുമകൾ, ഇതാ ഈ 4ാം ക്ലാസ് പഠിക്കുന്ന 5ാം ക്ലാസ് പഠിക്കുന്ന ഈ മകൻ, ഇവരെന്തു പഴച്ചു? എന്റെ മകനെ എന്തിനാണ് ഇവർ കൊന്നത്? എനിക്ക് തിരിച്ചു വേണം എന്റെ മകനെ എന്ന് മാറിൽ അടിച്ച് വേദനയോടെ കരയുന്ന ആ മാതാവിനോട് എന്തു മറുപടി പറയാനുണ്ട് നമുക്ക്? പാട്ടപ്പിരിവോ അല്ലെങ്കിൽ വേറെന്തെങ്കിലൊക്കെ നൽകി 1000, 10,000, ലക്ഷങ്ങളോ കൊടുക്കാൻ കഴിഞ്ഞേക്കാം. പക്ഷെ സ്നേഹമുള്ള ഒരു മകനെ, സ്നേഹനിധിയായ ഒരു ഭർത്താവിനെ, സ്നേഹമുള്ള ഒരു പിതാവിനെ പകരം നൽകാൻ നമുക്ക് കഴിയുമോ? ഇപ്പോഴും ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. കേവലം നിസാരമായ ചില വേലിത്തർക്കങ്ങളുടെ പേരിൽ, അതുമല്ലെങ്കിൽ നിസാരമായി ഈ അടുത്ത് പത്രമാധ്യമങ്ങളിൽ കണ്ടല്ലോ, ജ്യേഷ്ഠത്തി അനുജത്തിയെ കത്തിയെടുത്ത് കുത്തിക്കൊല്ലുന്നു. എന്തിന്? രണ്ടാൾക്കും വ്യത്യസ്ത 2 ചാനലുകൾ കാണണം. ഒരാൾക്ക് ഈ ചാനൽ കാണണം, മറ്റവൾക്ക് മറ്റേ ചാനൽ കാണണം. ഉറക്കഗുളിക കൊടുത്തു, 3-4 ഉറക്കഗുളിക, ഉറങ്ങണില്ല. അവസാനം നേരെ അടുക്കളയിൽ പോയി മൂർച്ചുള്ള കത്തി കൊണ്ടൊന്ന് കുത്തിക്കൊന്നു സ്വന്തം ചോരയെ, സ്വന്തം അനുജത്തിയെ. എന്തിനു വേണ്ടി? ചാനൽ കാണാൻ, ഒറ്റക്ക് കാണാൻ. ഇതെല്ലാം നമുക്കിടയിൽ നടന്നുകൊണ്ടേയിരിക്കുന്നു. ഇത്തരം ക്രൂരമായ നടപടിക്രമങ്ങൾ ഉണ്ടാകരുത്. മോഷണങ്ങൾ ഇതുപോലെ പെരുകുന്നു. വ്യഭിചാരങ്ങൾ, തോന്നിവാസങ്ങൾ, എല്ലാം ഇവിടെയാണ് ഇസ്ലാമിന്റെ ശിക്ഷാ നിയമങ്ങളുടെ തനിമ. ഇസ്ലാം കുറ്റത്തിന് വിധേയമാകുക അല്ലെങ്കിൽ കൊല ചെയ്യപ്പെട്ട അല്ലെങ്കിൽ പീഡനങ്ങൾക്ക് വിധേയമായവന്റെ ഭാഗത്തു നിന്നും കാര്യങ്ങൾ നോക്കിക്കാണുകയും ഇനി ഒരർത്ഥത്തിലും ഇത്തരം പീഡിപ്പിക്കപ്പെടുന്ന അല്ലെങ്കിൽ വേദനകൾക്ക് മർദ്ദനങ്ങൾക്ക് വിധേയമാക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടാകാതിരിക്കാനായി നീതിയുക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുന്നു. അതുകൊണ്ട് തന്നെ ശിക്ഷാ നടപടികളിൽ ഇസ്ലാമിന്റെ ശിക്ഷാ നടപടികൾ മാന്യമാണ്, മാനവികമാണ്, സമൂഹത്തിൽ നിർഭയത്വവും സുരക്ഷിതത്വവും നിലനിർത്താൻ ഉതകുന്നതാണ്. മാത്രമല്ല കൊലയാളിക്ക് അത് ഭയപ്പെടുത്തലും അതോടൊപ്പം തന്നെ കൊലയാളികൾക്ക് അതിക്രമകാരികൾക്കുള്ള താക്കീതും അതേസമയം മർദ്ദനങ്ങൾക്കും പീഡനങ്ങൾക്കും വിധേയമാകുന്ന ആളിനും അവരുടെ കുടുംബങ്ങൾക്കും ആശ്വാസവും തണലുമാണ് ഇസ്ലാമിന്റെ നിയമങ്ങൾ, നിർദ്ദേശങ്ങൾ. അതുമായി ബന്ധപ്പെട്ട വിശുദ്ധ ഖുർആന്റെ ആയത്താണ് സഹോദരൻ മനോജ് ഇവിടെ സൂചിപ്പിച്ചത് എന്നാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉണർത്താനുള്ളത്. ഒരർത്ഥത്തിലും അത് വൈരുദ്ധ്യമല്ല, ഇസ്ലാമിന്റെ സവിശേഷമായ നിലപാടുകളാണ് അവിടെ പ്രകടമാകുന്നത് എന്ന് വ്യക്തം. ഇക്കാര്യം ഗൗരവത്തോടെ നാം മനസ്സിലാക്കുക. എൻ്റെ പേര് ജോൺസൺ എന്നാണ്, തൃശ്ശൂരാണ് സ്ഥലം. നമ്മളിവിടുത്തെ പ്രസംഗിച്ചപ്പോൾ പറയുകയുണ്ടായി, ബഹുമാനായ അക്ബർ സാഹിബ് പറയുകയുണ്ടായി, ഒരു നിരപരാധിയെ കൊന്നാൽ ഒരു വംശത്തെ കൊല്ലുന്നതിന് തുല്യമാണ് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഞാൻ ചോദിക്കുന്നത്, ബഹുമാന്യനായ പ്രവാചകൻ മുഹമ്മദ് അദ്ദേഹം മദീനയിൽ ആയിരുന്നപ്പോൾ ബനു ഖുറൈള ഗോത്രത്തിൽപ്പെട്ട ആളുകളെ അവരുടെ കോട്ടയിൽ ഉപരോധം നടത്തി. ആ 25 ദിവസം കുടിവെള്ളം നിഷേധിച്ചു. അവർ പട്ടിണിപ്പാവങ്ങളായി അവർ ഇറങ്ങി വന്നു. അവരുടെ നാടാണ്, അവിടേക്ക് ഒരു കടന്നു വന്ന ആളാണ് പ്രവാചകൻ. അദ്ദേഹം അവിടെ ഉപരോധം നടത്തിയിട്ട് ആ ജനങ്ങൾ പറഞ്ഞു, എന്തിനും ഞങ്ങൾ തയ്യാർ, ഞങ്ങൾ പോകാം, ഈ നാട് വിട്ടു പോകാം എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു മധ്യസ്ഥനെ നിയോഗിച്ച് അവരെ കൂട്ടക്കൊല ചെയ്തു. 600 മുതൽ 750ഓളം വരുന്ന പുരുഷന്മാരുടെ കഴുത്ത് വെട്ടി അവർ കളിച്ചു വളർന്ന നാട്ടിൽ കുഴിച്ചുമൂടി. അവരുടെ സ്ത്രീകളെ മുസ്ലിം സമുദായത്തിൽപ്പെട്ട അദ്ദേഹത്തിന്റെ അനുയായികൾ സ്വന്തമാക്കി. ഒന്നിനും കൊള്ളാത്തവരെ നജദിലെ അടിമച്ചന്തയിൽ കൊണ്ടുപോയി വിറ്റു. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, ഒരു നിരപരാധിയെ കൊന്നാൽ ഒരു വംശത്തെ കൊല്ലുന്നതിന് തുല്യമാണ്. ഒരുപക്ഷെ ആ മദീന ചാർട്ടർ ലംഘിച്ചതിന്റെ പേരിൽ അവിടെയുള്ള ജൂത ഗോത്ര നേതാക്കന്മാർക്കെതിരെ അദ്ദേഹത്തിന് ശിക്ഷാ നടപടി സ്വീകരിക്കാൻ വരുന്നു. എന്നാൽ ബാക്കി വരുന്ന 3/4 പങ്കും വരുന്ന ജനങ്ങൾ നിരപരാധികളാണ്, പുരുഷന്മാർ നിരപരാധികളാണ്. അവരെ കൊന്നതിനുള്ള ശിക്ഷ ഈ ലോകത്ത് ഏത് കോടതി അല്ലെങ്കിൽ ഏത് നിയമം ആ
അവരുടെ ഈ 600-700 പുരുഷന്മാർ നിരപരാധികളുടെ കൊലയ്ക്ക് എങ്ങനെ നമുക്ക് ഇസ്ലാമിക നിയമത്തിൽ മറുപടി പറയാനായിട്ട് കഴിയും? സഹോദരൻ ജോൺസന്റെ ചോദ്യം വളരെ പ്രസക്തമാണ്. പക്ഷെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ചരിത്രപരമായ പച്ചയായ പരമയാഥാർത്ഥ്യങ്ങളിൽ നിന്നാണ് ചോദ്യം വരേണ്ടത്. ഇസ്ലാമിനെ വിമർശിച്ച ഒരുപാട് ചവർ പുസ്തകങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്, ഒരുപാടുണ്ട്. ആ ചവർ ഗ്രന്ഥങ്ങൾ വായിച്ച് അതിൽ പറഞ്ഞത് അപ്പടി വിശ്വസിച്ച് ആളുകൾക്കിടയിൽ അങ്ങനെ തെറ്റിദ്ധരിക്കുന്ന ഒരവസ്ഥ ജോൺസനെ പോലെയുള്ള ആളുകൾ സഹോദരങ്ങളുടെ ഭാഗത്ത് ഉണ്ടാകരുതെന്നാണ് ആമുഖമായിട്ട് പറയാനുള്ളത്. ചരിത്രം വളരെ കൃത്യമായി വ്യക്തമാണ്. ഇസ്ലാമിന്റെ ചരിത്രത്തിൽ പ്രത്യേകിച്ച് മദീനയുടെ ചരിത്രം ഒരു തുറന്ന പുസ്തകമാണ്. പലപ്പോഴും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രശ്നക്കാരനാണ്, ആകെ കൊലയാളിയാണ്, യുദ്ധം ഉണ്ടാക്കി, ആകെ പ്രശ്നം ഉണ്ടാക്കി എന്ന് വരുത്തി തീർക്കാൻ ആഗ്രഹിക്കുന്ന ഇരുട്ടിന്റെ ശക്തികൾ അതിവിദഗ്ധമായി മദീനയിലെ ബനൂ ഖുറൈളയുടെ ചരിത്രത്തിൽ വളരെ കൃത്യമായ ചില കുപ്രചരണങ്ങൾ ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇസ്ലാമിന്റെ ആധികാരിക പ്രമാണം ഖുർആനും സുന്നത്തുമാണ്. ആ ഖുർആനും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിലാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എല്ലാ സമീപനങ്ങളും നമ്മൾ നോക്കുമ്പോൾ വളരെ തുറന്ന പുസ്തകമാണ് റസൂലുള്ളാഹിന്റെ ജീവിതം. ബനീ ഖുറൈളയുമായി ബന്ധപ്പെട്ട സംഭവം എന്താ? തുടക്കത്തിൽ ബനൂ ഖുറൈള എന്ന് കേൾക്കുമ്പോൾ 600 ആള് 700 ആളെയൊക്കെ നിരപരാധികൾ ആളുകളെയൊക്കെ എല്ലാം കൊന്ന് തള്ളി. എന്തു പ്രവാചകൻ, നിരപരാധികളെ എന്തുമാത്രം അതിക്രമിച്ച്, എന്താണ് അതിന്റെ വസ്തുത, എന്താണ് അതിന്റെ ചരിത്ര വസ്തുത നമ്മൾ അറിയേണ്ടതാണ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം കാരുണ്യത്തിന്റെ നിറകുടമാണ്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിൽ എത്തിയ ഉടൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത സമീപനം എന്തെന്ന് നമ്മൾ അറിയണം. ജോൺസനെ പോലെയുള്ള സഹോദരങ്ങൾ എന്ത് റസൂലുള്ളാഹി ചെയ്തത്? മദീനയിൽ ബനൂ ഖുറൈളയുണ്ട്, ബനൂ നളീറുണ്ട്, ബനൂ ഖൈനുക ഉണ്ട്. 3 പ്രബല ജൂത ഗോത്ര വിഭാഗങ്ങളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിൽ എത്തിയ ഉടൻ ബനൂ നളീർ, ബനൂ ഖുറൈള, ബനൂ ഖൈനുക എന്ന 3 പ്രബല ഗോത്രങ്ങളുമായി സമാധാന സന്ധിയിൽ കരാറിൽ ഏർപ്പെടുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണ് ആ കരാർ? പരസ്പരം യുദ്ധം ചെയ്യരുത് എന്ന കരാർ. ഇസ്ലാമിക രാഷ്ട്ര സംവിധാനത്തിന്റെ അകത്ത് നിൽക്കുന്ന ജൂതന്മാർക്ക് പൂർണ്ണമായ ആരാധനാ സ്വാതന്ത്ര്യമുണ്ട് എന്ന കരാർ. അവർക്ക് അവരുടെ മതവിശ്വാസവും ആചാരാനുഷ്ഠാനങ്ങളും അനുസരിച്ച് ജീവിക്കാനുള്ള അവസരമുണ്ട് എന്ന കരാർ. അതോടൊപ്പം തന്നെ ഇസ്ലാമിക രാഷ്ട്ര സംവിധാനത്തിന്റെ കീഴിൽ ജീവിക്കുന്നവർക്ക് പൂർണ്ണമായ സുരക്ഷിതത്വമുണ്ട് എന്ന കരാർ. പുറത്തുനിന്ന് ശത്രുക്കൾ ആക്രമിക്കാൻ കടന്നു വന്നാൽ ജൂതന്മാരെ ഇസ്ലാമിക രാഷ്ട്ര സംവിധാനം സ്വന്തം ജീവൻ കൊടുത്തും സംരക്ഷിക്കുമെന്ന കരാർ. അതോടൊപ്പം തന്നെ ഇസ്ലാമിക രാഷ്ട്ര സംവിധാനത്തിന് എതിരെ തിരിയരുത് എന്ന കരാർ. ഇസ്ലാമിക രാഷ്ട്ര സംവിധാനത്തെ പുറത്തുനിന്നുള്ള ശത്രുക്കൾ ആക്രമിക്കാൻ കടന്നു വന്നാൽ ഇസ്ലാമിക രാഷ്ട്ര സംവിധാനത്തെ സംരക്ഷിക്കാൻ കൂടെ നിൽക്കണമെന്ന കരാർ. ഇതാണ് മദീനയിലെ പ്രബല ജൂത ഗോത്രങ്ങളുമായി റസൂലുള്ളാഹി ഏർപ്പെട്ട കരാർ. ഇസ്ലാമിക രാഷ്ട്ര നേതൃത്വം ഏറ്റെടുത്ത അല്ലെങ്കിൽ ചെയ്ത കരാർ. ഇനി ആദ്യം ബനൂ നളീറുകാർ നമ്മൾ അറിയേണ്ടതുണ്ട്. ബനൂ നളീറിന്റെ ഗോത്ര നേതാവാണ് ഹുയയ് ഇബ്നു അക്തബ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുമായിട്ടുള്ള കരാർ പരസ്പര സമാധാനത്തോടെ സഹകരണത്തോടെ പോണം, രാഷ്ട്ര സംവിധാനത്തെ മാനിക്കണം, അവരവർക്ക് അവരവരുടെ മതനിയമങ്ങൾ അനുസരിച്ച് ജീവിക്കാം, എന്നാൽ രാഷ്ട്ര നിയമങ്ങളും മാനിക്കേണ്ടതുണ്ട്, പാലിക്കേണ്ടതുണ്ട്. ഈ കരാറുകളെല്ലാം ലംഘിക്കാൻ മുന്നിൽ നിൽക്കുന്നു ബനൂ നളീറിന്റെ ഗോത്ര നേതാവായ ഹുയയ് ഇബ്നു അക്തബ്. അയാൾ ഒറ്റക്കല്ല, ആ ഗോത്രം ഒന്നടങ്കം. ആ ഗോത്രം ഒന്നടങ്കം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായിട്ടുള്ള കരാർ ലംഘിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, അതേ ചരിത്രത്തിൽ നമ്മൾ പാഠം പഠിക്കേണ്ടതുണ്ട്. അതേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കാനടക്കം ബനൂ നളീറുകാർ ശ്രമിക്കുന്നു. ഗോത്ര അംഗങ്ങൾ ഒറ്റക്കെട്ടായുള്ള ശ്രമങ്ങളുടെ ഭാഗമാണ് 1, 2, 3 തവണ. എത്രത്തോളം എന്നാൽ ചില സഹാബിവര്യന്മാർ, രോഗിയായി കിടക്കുന്ന സഹാബിവര്യന്മാർ അവരുടെ വസിയത്തായി തന്റെ ചുറ്റുമുള്ള ആളുകളോട് പറഞ്ഞത്, രാത്രി എങ്ങാനും ഞാൻ മരണപ്പെട്ടാൽ ആ വിവരം പ്രവാചകനെ അറിയിക്കരുത്. കാരണം പ്രവാചകൻ അറിഞ്ഞാൽ ഉടൻ വരും, റസൂലുള്ളാഹി വരും. ഈ തക്കം നോക്കി ബനൂ നളീറുകാർ ജൂതന്മാർ പ്രവാചകനെ വധിക്കുമോ എന്നെനിക്ക് ഭയമാണ്, അതുകൊണ്ട് രാവിലെ പുലർന്ന നേരം വെളുത്ത് അറിയിച്ചാൽ മതി എന്ന ഘട്ടം വരെ ഉണ്ടാകുന്നു. ഇസ്ലാമിക രാഷ്ട്ര നേതൃത്വവുമായി എല്ലാ അർത്ഥത്തിലുള്ള കരാർ ലംഘിക്കുകയും ഇസ്ലാമിക രാഷ്ട്ര നായകനെ തന്നെ വധിക്കാൻ ശ്രമിക്കുകയും ചർച്ചയ്ക്ക് എന്ന് വിളിച്ചുകൂട്ടിക്കൊണ്ടുപോയി ഒരു വീട്ടിൽ വിളിച്ചുകൂട്ടി വലിയ ആസുകല്ലെടുത്ത് തലയിലിട്ട് പ്രവാചകനെ കൊല്ലാനുള്ള ശ്രമം നടത്തുകയും റസൂലുള്ളാഹിക്ക് ഗബ്രിയേൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്നുള്ള വഹി, പടച്ചറബിലുള്ള വഹി ലഭിക്കുകയും റസൂലുള്ളാഹി അവിടെ എഴുന്നേറ്റ് മാറുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തല നാരികക്കഴക്ക് രക്ഷപ്പെടുകയും ചെയ്യുന്ന ഘട്ടങ്ങൾ. ഇതുപോലെ പലതവണ ശ്രമങ്ങൾ ഉണ്ടാകുന്നു. എന്തു ചെയ്യണം ഇസ്ലാമിക രാഷ്ട്ര നേതൃത്വം? ഇസ്ലാമിക രാഷ്ട്ര സംവിധാനം എന്തു ചെയ്യണം? ഇന്ത്യയുടെ ആദരണീയനായ പ്രധാനമന്ത്രിയെ വധിക്കാൻ ശ്രമിച്ച രാജ്യദ്രോഹ കുറ്റമാണ്. എന്ത് നടപടിയാണ് അവർക്കെതിരെ സ്വീകരിക്കുക?
ഇത് ഒരു വ്യക്തിയല്ല, ഒരു ഗോത്രം ഒന്നടങ്കം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കാനും എല്ലാ തരത്തിലുള്ള കരാറുകൾക്ക് ലംഘിക്കാനും നേതൃത്വം നൽകുന്നു. ഇതാണ് ബനു നളീറിന്റെ അവസ്ഥ. അതോടൊപ്പം തന്നെ തൊട്ടുമുമ്പ് ബനു ഖൈനുഖാ ചെയ്ത പണി കൂടി നമ്മൾ അറിയേണ്ടതുണ്ട്. മദീനയിലെ അങ്ങാടിയിൽ സാധനം വാങ്ങിക്കാൻ പോയ ഒരു മുസ്ലിം സ്ത്രീ, സഹാബ വനിത, അവരുടെ മൂടുപടം മാറ്റാൻ അവിടെ ബനു ഖൈനുഖായിന്റെ ഗോത്രത്തിൽപ്പെട്ട കച്ചവടക്കാരൻ ആവശ്യപ്പെട്ടു. അവർ പറഞ്ഞു പറ്റൂല. അങ്ങനെ ഈ സംസാരം നടന്നുകൊണ്ടിരിക്കെ ഇവരുടെ വസ്ത്രം ഒരു കുറ്റിയിൽ കെട്ടിയിട്ടു. ആ സംസാര മധ്യത്തിൽ ഈ സ്ത്രീ എണീറ്റപ്പോ അവരുടെ വസ്ത്രം നീങ്ങിപ്പോവുകയും അവരുടെ നഗ്നത പ്രകടമാകുകയും ചെയ്യുന്ന രംഗങ്ങൾ. അവിടെ കൂടി അങ്ങാടിയിൽ കൂടിയ ജൂതന്മാരെല്ലാം ആർത്തട്ടഹസിച്ച് കളിയാക്കി പരിഹസിച്ച് കൊട്ടിച്ചിരിച്ചപ്പോ ഇത് കണ്ട് സഹിക്കാൻ വയ്യാതെ അവിടെയുള്ള ഒരു മുസ്ലിം സഹോദരൻ അവരുമായി കശവശയിൽ ഏർപ്പെട്ടു. ആ സ്വാഭാവികമായ സംഘർഷത്തിൽ അദ്ദേഹത്തിന്റെ ഇടികൊണ്ട് അദ്ദേഹത്തിന്റെ ഈ കശവശയിൽ ഒരു ജൂതൻ വധിക്കപ്പെട്ടു. സ്വാഭാവികമായും അവിടെയുള്ള ജൂതന്മാരൊക്കെ കൂടി ഈ മുസ്ലിം സഹോദരനെയും വധിച്ചു. ഇസ്ലാമിക രാഷ്ട്ര സംവിധാനത്തിന്റെ കീഴിൽ ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ ആരാണ് ഇടപെടേണ്ടത്? ഇത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിഞ്ഞു, സമാധാനം പാലിക്കാൻ പറഞ്ഞു. ആരാണോ ശിക്ഷ ചെയ്തത്, ആരാണോ തിന്മയുടെ ഭാഗത്ത് നിൽക്കുന്നത്, ആഭ്യന്തര കലാപം ഉണ്ടാകരുത്, നീതിയുക്തമായ നടപടി ഉണ്ടാകും. ജൂതന്മാർക്കിടയിൽ തന്നെ എന്തു പ്രശ്നമുണ്ടായാലും അവർ ഓടി വരുന്നത് പ്രവാചകന്റെ മുന്നിലാണ്, നീതിക്ക് വേണ്ടി. നമ്മൾ അറിയണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നീതിയുടെ ഭാഗത്തു നിന്ന് ഉറച്ച വിധി നടപ്പാക്കുമെന്ന പൂർണ്ണ ബോധ്യമുള്ളവരായിരുന്നു ജൂതന്മാർ. ഇല്ല എന്ന് തെളിയിക്കാൻ ചരിത്രത്തിൽ ഒരൊറ്റ സംഭവം പോലും തെളിയിക്കാൻ കഴിയില്ല ഇസ്ലാമിന്റെ വിമർശകർക്ക്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആഭ്യന്തര കലാപത്തിന് എല്ലാ അർത്ഥത്തിലും ഇവർ നേതൃത്വം നൽകുകയും മദീനയിൽ കലാപ കലുഷിതമായ സാഹചര്യം ഉണ്ടാക്കുകയും ചെയ്യുന്നു. തന്റെ രാഷ്ട്ര സംവിധാനത്തിന്റെ കീഴിൽ കലാപാന്തരീക്ഷം സൃഷ്ടിച്ച ബനു ഖൈനുഖയോട് എന്ത് നിലപാട് സ്വീകരിക്കണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? സമാധാന കരാറ് പാലിക്കാനും ആഭ്യന്തര കലാപം ഉണ്ടാക്കരുത് എന്നും വളരെ മാന്യമായി കാര്യങ്ങളിൽ ഇടപെടണമെന്നും നിരന്തരമായി ആവശ്യപ്പെട്ടു പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെയും ഇസ്ലാമിക രാഷ്ട്ര സംവിധാനത്തെയും വെല്ലുവിളിക്കുകയും യുദ്ധം പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു മദീനക്കകത്ത് നിന്നുകൊണ്ട്. സ്വാഭാവികമായും അവരെ ഉപരോധിക്കാൻ ഇസ്ലാമിക രാഷ്ട്ര നേതൃത്വം നിർബന്ധിതരാകുന്നു. ഇതാണ് ബനു ഖൈനുഖായിനെ നിരോധിച്ച അല്ലെങ്കിൽ ഉപരോധിച്ച ഘട്ടം. അവിടെ പോലും തെറിവിളികളും അതേപോലെ തന്നെ യുദ്ധപ്രഖ്യാപനങ്ങളും ദാഠ്യത്തിന്റെ ധിക്കാരത്തിന്റെ സമീപനങ്ങൾ. ഇസ്ലാമിക രാഷ്ട്ര സംവിധാനത്തിന്റെ അകത്തു നിന്നുള്ള എല്ലാ ആനുകൂല്യങ്ങളും സുരക്ഷിതത്വവും സമാധാനവും എല്ലാം അനുഭവിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള മർക്കട മുഷ്ടികൾ സ്വീകരിക്കുന്നത്. എന്നിട്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് സമാധാന കരാറുകൾ പാലിച്ച് തിരിച്ചു വരാനാണ് ആവശ്യപ്പെടുന്നത്. ഒരർത്ഥത്തിലും ഗത്യന്തരമില്ലാത്ത ഘട്ടത്തിലാണ് അവരെ ഉപരോധിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ ബനു ഖൈനുഖാ അവരോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉപരോധത്തിനൊടുവിൽ രക്ഷയില്ലെന്ന് മനസ്സിലാക്കി അവർക്കെതിരെ കർക്കശമായ ശിക്ഷാ നടപടി സ്വീകരിക്കാമായിരുന്നു പ്രവാചകന്. എന്നിട്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബനു ഖൈനുഖായിലെ ഒരാളെ പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വാളിനിരയാക്കിയില്ല. ഒരാളുടെ രോമം പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിഴുതില്ല. അവർക്ക് എടുത്തു കൊണ്ടുപോകാവുന്ന മുഴുവൻ സമ്പത്തും എടുത്തു കൊണ്ടുപോകാൻ, അവർക്ക് എന്തൊക്കെ കൊണ്ടുപോകാൻ പറ്റുമോ നിർഭയരായി എല്ലാം എടുത്ത് മദീന വിടാൻ ആവശ്യപ്പെട്ടു. കാരണം ആഭ്യന്തര കലാപം ഉണ്ടാക്കുന്ന ആളുകളെ നാട്ടിൽ നിർത്തിയാൽ പിന്നെ നാട്ടിലുണ്ടാകുന്ന അവസ്ഥ വേറെ പറഞ്ഞു തരേണ്ടതില്ല. അതുകൊണ്ട് നിങ്ങൾ പുറത്തു പോവുക, എല്ലാം എടുത്ത് നിങ്ങൾക്ക് പോകാം നിർഭയരായിക്കൊണ്ട്. ഇത് നടന്നു. ഇതിനിടയിലാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ബനു നളീറിന്റെ സമീപനങ്ങൾ ഉണ്ടാകുന്നത്. ഇസ്ലാമിക രാഷ്ട്ര നായകനെ വധിക്കാൻ പലതവണ ശ്രമിക്കുന്നു, കരാറുകൾ ലംഘിക്കുന്നു. ഇതേ ധിക്കാര ദാഠ്യ നിലപാടുകൾ സ്വീകരിച്ച് മദീനയിൽ കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചു, കലാപത്തിന് നേതൃത്വം നൽകുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബനു നളീറുകാരെയും ഉപരോധിച്ചു. ബനു നളീറുകാരെ ഉപരോധിച്ച് ഏതാനും ദിവസങ്ങൾ. അപ്പോഴും ഈ ദാഠ്യവും ധിക്കാരവും തുടർന്ന് അവർക്ക് ഒടുവിൽ ഗത്യന്തരമില്ലാതെ വന്നപ്പോ അവരും പത്തിമടക്കുന്ന ഘട്ടമുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു അനുഭവമുണ്ട്, ബനു ഖൈനുഖായിന്റെ അനുഭവമുണ്ട്. ഇത് ബനു നളീർ ആവർത്തിക്കുമ്പോൾ കുറച്ചുകൂടി കർക്കശമായ നിലപാട് സ്വീകരിക്കാമായിരുന്നു പ്രവാചകന്. എന്നിട്ടും റസൂലുള്ളാഹി ഒരാൾക്കുമെതിരെ വാളെടുത്തില്ല, ഒരാൾക്കുമെതിരെ ശിക്ഷാ നടപടി സ്വീകരിച്ചില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എടുക്കാവുന്ന മുഴുവൻ സമ്പത്തും എടുത്ത് കരാറുകൾ ലംഘിച്ച, ആഭ്യന്തര കലാപം സൃഷ്ടിച്ച, ഇനി നിങ്ങളുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല, ഇനി നിങ്ങളോട് ക്ഷമിക്കുന്നതിൽ അർത്ഥവുമില്ല. ബനു ഖൈനുഖായിന്റെ ഒരു അനുഭവമുണ്ട്, ബനു നളീറിന്റെ അനുഭവം ഇതാ. അവർ നേർക്ക് നേരെ തന്നെ രാഷ്ട്രനായകനെ വധിക്കാൻ ശ്രമിക്കുകയും ചെയ്ത് നിങ്ങൾക്ക് പോകാം. അതും നടന്നു. ഇതെല്ലാം കണ്ടും കേട്ടും അറിഞ്ഞും അവിടെയുണ്ട് ബനു ഖുറൈള. ഇദ്ദേഹം സൂചിപ്പിച്ച ബനു ഖുറൈളക്കാർ. അഹ്സാബ് യുദ്ധം നടക്കുന്ന സമയം നമ്മൾ അറിയണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ പ്രവാചകൻ അഭിമുഖീകരിച്ച യുദ്ധത്തിൽ ഏറ്റവും വല്ലാത്ത പ്രതിസന്ധി ഘട്ടമുണ്ടായ ഒരു യുദ്ധമാണ് അഹ്സാബ് യുദ്ധം. അഥവാ
മക്കയിലെ മുഴുവൻ മുശ്രിക്കുകൾ ഒന്നടങ്കം വന്ന ഘട്ടം, മദീനക്ക് പുറത്തുള്ള ഗോത്ര വിഭാഗങ്ങൾ സംഘടിച്ച ഘട്ടം, അതോടൊപ്പം തന്നെ മദീനയിൽ നിന്നും ഇതുപോലെ ധിക്കാര ദാട്ട് നിലപാട് കാരണത്താൽ പുറത്താക്കപ്പെട്ട, അവരുടെ നിലപാട് കൊണ്ട് പുറത്താക്കപ്പെട്ട ബനു കൈനുക്കാവും ബനു നളീറും ഇവരെ സപ്പോർട്ട് ചെയ്യുന്നു. ഏറെക്കുറെ 10,000-ലധികം വരുന്ന വമ്പൻ സൈന്യം മദീനയെ ഉപരോധിക്കുന്നു. നമ്മൾ അറിയണം, ഇസ്ലാമിക രാഷ്ട്ര സംവിധാനം എന്ന കൊച്ചു മദീനയെ ഈ പറയുന്ന വമ്പൻ ശത്രു സൈന്യം ഉപരോധിക്കുന്ന ഘട്ടമുണ്ടാകുന്നു. ഒരു യുദ്ധതന്ത്രം എന്ന നിലയിൽ പേർഷ്യക്കാരനായ സൽമാനിൽ ഫാരിസി മദീനക്ക് ചുറ്റും കിടങ്ങു കുടിക്കാൻ പറയുന്നു. ഇതാണ് ചരിത്രത്തിലെ ഖന്ദഖ്. അസ്വത്ത് ഖന്ദഖ് എന്നും അഹ്സാബ് യുദ്ധത്തിന് പേരുണ്ട്. നമ്മൾ മനസ്സിലാക്കണം, പട്ടിണി കിടന്ന് സ്വന്തം രാഷ്ട്രത്തെയും രാഷ്ട്ര സംവിധാനത്തെയും സംരക്ഷിക്കാൻ വേണ്ടി തന്റെ അനുയായികൾക്ക് നേതൃത്വം നൽകി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതേ കിടങ്ങു കുടിക്കാൻ തന്റെ കൂട്ടുകാരോടൊപ്പം വയറ്റിൽ കല്ല് കെട്ടിവെച്ച് വിശപ്പ് സഹിക്കവയ്യാതെ വിയർപ്പുകളൊറ്റി നേരത്തിന് ഭക്ഷണമില്ലാതെ രാഷ്ട്ര സംരക്ഷണം ഏറ്റെടുത്ത മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ നാട്ടിലെ നാട്ടുകാരെ മുഴുവൻ സംരക്ഷിക്കാൻ വേണ്ടി കിടങ്ങു കുടിക്കുന്ന ഭരണാധികാരിയെ നമുക്ക് കാണാൻ കഴിയുന്നു. മദീന സുരക്ഷിതമാക്കാൻ ബനു ഖുറൈളക്കാർ മദീനക്കകത്തുണ്ട്. എന്താണ് കരാർ? പുറത്തുനിന്ന് ശത്രുക്കൾ വന്നാൽ കൂടെ കൂടരുത്, മദീനയുടെ രാഷ്ട്ര സംവിധാനത്തിന്റെ കൂടെ കൂടണം, വഞ്ചന നടത്തരുത്, സമാധാനപരമായി ഇണക്കത്തോടെ ഐക്യത്തോടെ കരാറുകൾ പാലിക്കണം. ഈ കരാറുകളെല്ലാം നിലനിൽക്കെ തന്നെ ബനു കൈനുക്കാവും ബനു നളീറും എന്ത് ഇരട്ടത്താപ്പ് ചെയ്തോ, എന്ത് ധിക്കാരപരമായ അഹങ്കാരപരമായ സമീപനം സ്വീകരിച്ചോ, അതിനേക്കാൾ കടന്ന സമീപനമാണ് ബനു ഖുറൈളക്കാർ സ്വീകരിച്ചത്. കാരണം ഒരു വല്ലാത്ത പ്രതിസന്ധി ഘട്ടം, മദീന മൊത്തം ശത്രുക്കളാൽ വളയപ്പെട്ട ഘട്ടത്തിൽ മദീനയുടെ മലമ്പ്രദേശങ്ങളിലെ ചില ഭാഗങ്ങളിലൂടെ ശത്രുക്കളെ മദീനയിലേക്ക് കയറ്റാനുള്ള ശ്രമം നടത്തിയവർ ആര്? ബനു നളീറുക, ബനു ഖുറൈളക്കാർ. ഒന്ന് മാത്രമല്ല, പുറത്തുള്ള ശത്രുക്കൾക്ക് എല്ലാവിധ സപ്പോർട്ടും പിന്തുണയും നൽകിയവർ. മൂന്ന്, മദീനക്കകത്തു നിന്നുകൊണ്ട് മുസ്ലിങ്ങൾക്കിടയിൽ അനാവശ്യമായ വർത്താനങ്ങളും ഭീതിപ്പെടുത്തുന്ന വാർത്തകളും പ്രചരിപ്പിച്ചുകൊണ്ടേയിരുന്നു. ഇത് നിങ്ങളുടെ നാശമാണ്, ഇനി നിങ്ങൾക്ക് വിജയമില്ല, നിങ്ങൾ നശിപ്പിക്കപ്പെടും, ഞങ്ങൾ എല്ലാ അർത്ഥത്തിലും ഈ ശത്രു സൈന്യം മദീനയെ തകർത്തെറിയും, ഭരണം ഞങ്ങളുടെ അധികാരത്തിലായിരിക്കും എന്നുള്ള കുപ്രചരണങ്ങളും ഭീതിയും ഭയപ്പാട് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു. നാല്, മദീനക്കകത്ത് തന്നെയുള്ള മുനാഫിക്കുകളിലൂടെയും ജൂതന്മാരുടെ ശ്രമങ്ങൾ ഉണ്ടാകുന്നു. ഒരുമിച്ച് മുനാഫിക്കുകളും ജൂതന്മാരും മദീനക്കകത്ത് നിന്ന് തന്നെ പണിയെടുക്കുന്നു. ചെകുത്താനും കടലിനും ഇടക്ക് എന്ന് പറയുന്ന അതിനേക്കാൾ ഭീതിതമായ രംഗം വിശുദ്ധ ഖുർആൻ പറഞ്ഞു. അതെ, അവരുടെ ഹൃദയങ്ങൾ തൊണ്ടക്കുടിയിൽ എത്തുമാറ് കിടുകിട വറപ്പിക്കപ്പെട്ട ഘട്ടമായിരുന്നു അത് എന്ന് സൂറ അഹ്സാബിലടക്കം വിശുദ്ധ ഖുർആൻ അക്കാര്യം പറഞ്ഞു. മാത്രമല്ല, മുസ്ലിം സ്ത്രീകളെയും കുട്ടികളെയും അവർക്ക് സുരക്ഷിതമായി താമസിക്കാൻ ഒരുക്കിയ പ്രദേശങ്ങൾ, ആ ഭാഗങ്ങൾ വളഞ്ഞ് സ്ത്രീകളെയും കുട്ടികളെയും പിടിച്ച് അടിമകളാക്കാനും തോന്നിവാസങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുവാനും തന്ത്രം മെനയുന്നു ഇതേ ബനീ ഖുറൈളക്കാർ മദീനക്കകത്ത് നിന്നുകൊണ്ട് തന്നെ. ഇങ്ങനൊരു വല്ലാത്ത ഘട്ടത്തിൽ എന്തു ചെയ്യണം ഇസ്ലാമിക രാഷ്ട്രനായകൻ? എന്തു ചെയ്യണം ഇസ്ലാമിക രാഷ്ട്രനായകൻ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദൂതന്മാരെ നിശ്ചയിക്കുന്നു, നിങ്ങൾ കരാർ പാലിക്കണം, സമാധാന കരാർ, നമ്മൾ ഏർപ്പെട്ട കരാർ പാലിക്കണം, ഈ ഘട്ടത്തിൽ നിങ്ങൾ കാലുമാറരുത്, നിങ്ങൾ അകത്ത് നിന്ന് പണിയെടുക്കരുത് എന്നെല്ലാം ആവശ്യപ്പെടുന്നു. രക്ഷയില്ല. ധിക്കാരത്തിന്റെ അഹങ്കാരത്തിന്റെ വെല്ലുവിളികൾ ഉണ്ടാകുന്നു, യുദ്ധപ്രഖ്യാപനങ്ങൾ ഉണ്ടാകുന്നു, പുറത്തുനിന്നും അകത്തു നിന്നുമുള്ള ശത്രുക്കളാൽ നിങ്ങൾ തകർക്കപ്പെടുമെന്നുള്ള ദാർഢ്യത്തിന്റെ സമീപനങ്ങൾ ഉണ്ടാകുന്നു. അകത്തു നിന്ന് തന്നെ ആഭ്യന്തര കലാപങ്ങൾക്ക് തിരികൊളുത്തുന്നു. പുറത്തുനിന്നുള്ള ശത്രുക്കൾക്ക് മദീനക്ക് കടന്നു വരാനുള്ള വഴിമാർഗങ്ങൾ ഒരുക്കി കൊടുക്കുന്നു. സ്ത്രീകളെയും കുട്ടികളെയും തങ്ങളുടെ തോന്നിവാസത്തിനും അടിമകളുമായി ഉപയോഗിക്കാനുള്ള തന്ത്രങ്ങൾക്ക് തിരികൊളുത്തുന്നു. ചാൻസ് കാത്തു നിൽക്കുന്നു ഇസ്ലാമിക രാഷ്ട്രനായകനെ തന്നെ വധിക്കാൻ. ഇത്തരം ഒരു ഘട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മദീനയിലെ കൃഷിയിടത്തിന്റെ 1/3 നിങ്ങൾക്ക് തരാം, 1/3 നിങ്ങൾക്ക് തരാം, അങ്ങനെയെങ്കിലും നിങ്ങൾ കരാർ പാലിക്കണം. ഇത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ നിർദ്ദേശം വെക്കുന്നതിന് മുമ്പ് മദീനയുടെ അഹിലുകാരായ, മദീനയുടെ പണ്ടേ മദീനയിൽ ജനിച്ചു വളർന്ന സഅദിനെ പോലുള്ള ശ്രദ്ധേയരായ മറ്റേ ഔസ് ഖസ്റജ് ഗോത്ര വിഭാഗ നേതാക്കന്മാരുണ്ടായിരുന്നു. അവരോട് ചോദിച്ചപ്പോ അവര് പറഞ്ഞു, റസൂലേ, ഞങ്ങളുടെ കഷ്ടതകളും വേദനകളും പ്രയാസങ്ങളും മനസ്സിലാക്കിക്കൊണ്ടാണോ നിങ്ങൾ ഇവർക്ക് മദീനയിലെ ഒരു വിഭാഗം, ഒരു 1/3 കൃഷി നൽകാമെന്ന് പറയുന്നത്? അതല്ല, അള്ളാഹുവിന്റെ കൽപ്പനയുടെ ഭാഗം എന്നോണമാണോ? റസൂലുള്ളാഹി പറഞ്ഞു, അള്ളാന്റെ കൽപ്പനയല്ല, മറിച്ച് നമ്മുടെ ഈ അവസ്ഥകൾ മനസ്സിലാക്കിക്കൊണ്ടുള്ള എന്റെ തീരുമാനമാണ്. ഔസ് ഖസ്റജ് നേതാക്കന്മാർ പറഞ്ഞു, ഞങ്ങളുടെ സൽക്കാരമായിട്ടേ ഞങ്ങൾ അവർക്ക് കൊടുത്തിട്ടുള്ളൂ ഇന്നേ വരെ, അല്ലെങ്കിൽ ഞങ്ങളുടെ കയ്യിൽ നിന്ന് അവർ പൈസ കൊടുത്ത് വാങ്ങിക്കണം. ഇത് രണ്ടല്ലാതെ ഞങ്ങളിൽ നിന്ന് ഒരു കാരക്ക പോലും മദീനക്കകത്തോ പുറത്തുള്ള ആളുകൾ ഭക്ഷിച്ചിട്ടില്ല. ഒന്നില്ലെങ്കിൽ ഞങ്ങൾ കൊടുക്കുന്ന സൽക്കാരം, ഞങ്ങൾ കൊടുക്കുന്ന സമ്മാനം, അല്ലെങ്കിൽ ഞങ്ങൾ പൈസ വാങ്ങിച്ചു കൊടുക്കുന്നതല്ലാതെ ഈ ഒരു സമീപനം ഇന്നേ വരെ ഞങ്ങൾ സ്വീകരിച്ചിട്ടില്ല എന്ന് പറയുന്നു.
പിന്നെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അവരെ തിരിച്ച് സമാധാന കരാർ പാലിക്കാൻ വേണ്ടി പിന്നെയും നിർദ്ദേശങ്ങൾ വെക്കുന്നു. എല്ലാ കരാറുകൾ ലംഘിച്ച് നിൽക്കുന്ന ധാർഷ്ട്യത്തോടെ നിൽക്കുന്നു. ആഭ്യന്തര കലാപത്തിന് നേതൃത്വം നൽകി. മദീനക്കകത്താകെ പ്രശ്നം, മദീന അതിർത്തിയിൽ പ്രശ്നം. ഇതിനിടയിൽ മുസ്ലിങ്ങൾ എന്തു ചെയ്യണം? ഒരു വല്ലാത്ത ഘട്ടം. അള്ളാഹുവിന്റെ അനുഗ്രഹം, ശക്തമായ കൊടുങ്കാറ്റടിക്കുന്നു. ശത്രുക്കളെല്ലാം അവരുടെ ടെന്റുകളും പറന്നു പോകുന്നു. കുതിരകളും ഒട്ടകങ്ങളും പേടിച്ചരണ്ട് ഓടിപ്പോകുന്ന ഘട്ടം. രാത്രി പിറ്റേന്ന് രാവിലെ നോക്കുമ്പോ ശത്രുപാളയത്തിൽ ഒന്നുമില്ല. പൂർണ്ണമായ വിജയം, പടച്ചറബിന്റെ ഇടപെടൽ. ഇസ്ലാമിക രാഷ്ട്ര നേതൃത്വം, ഇസ്ലാമിക രാഷ്ട്ര സംവിധാനം നേരെ ബനൂ ഖുറൈളയെ ഉപരോധിക്കാണ്ട് പിന്നെന്ത് ചെയ്യണം? ഷേഖിന്റെ കൊടുക്കുകയാണ് ആ സമയത്ത് ചെയ്യേണ്ടത്. എല്ലാ അതിക്രമങ്ങൾക്ക് തിരികൊടുത്ത് ഇത്രമാത്രം കലുഷിതമായ സാഹചര്യം ഉണ്ടാക്കി. യുദ്ധത്തിന്റെ ഒരു വല്ലാത്ത ഘട്ടത്തിൽ നിൽക്കുമ്പോ ഈ ഗോത്രത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉപരോധിച്ച ദിവസങ്ങൾ. ആ ഉപരോധത്തിൽ പോലും തങ്ങളുടെ ദാർഢ്യത്തിൽ നിന്ന് അഹങ്കാരത്തിൽ നിന്ന് തിരിച്ചു വരാൻ അവര് തയ്യാറായില്ല. തങ്ങളുടെ കയ്യിലുള്ള പണവും വെള്ളവും തീരുന്നത് പോലെ അധികാരം തുടർന്നു. ഒടുവിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കർക്കശമായ ശിക്ഷാ നടപടികൾ സ്വീകരിക്കായിരുന്നു. അങ്ങോട്ട് ഇരമ്പിക്കേരായിരുന്നു അവർക്കെതിരെ. എന്നിട്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സാവകാശം കൊടുത്തു അവർക്ക്. ആ സമയത്താണ് അവര് ഒരു നിർദ്ദേശം മുന്നോട്ട് വെക്കുന്നത്. ഞങ്ങൾ പറയാം ഒരു മധ്യസ്ഥനെ. അങ്ങനത്തെ ഒരു മധ്യസ്ഥനെ തന്നെ ആവശ്യമില്ലായിരുന്നു ആ ഘട്ടത്തിൽ. എന്നിട്ടും അവര് നിശ്ചയിച്ച സഅദ് റളിയല്ലാഹു അൻഹുവിനെയാണ് റസൂലുള്ളാഹി മധ്യസ്ഥനായി അവര് പറഞ്ഞ ആളെ റസൂലുള്ളാഹി അംഗീകരിച്ചു എന്നുള്ളതാണ്. റസൂലുള്ളാഹി അംഗീകരിച്ച് അവർ നിർദ്ദേശിച്ച് അവർ മുന്നോട്ട് വെച്ച മധ്യസ്ഥനെ നമ്മൾ അറിയേണ്ടതുണ്ട്. ആ സഅദ് റളിയല്ലാഹു അൻഹു ആകട്ടെ ഉഹദ് ഭൂമിയിൽ, യുദ്ധഭൂമിയിൽ മുറിവേറ്റ് ചോര വാർന്ന് തളർന്നു കിടക്കുന്ന ഒരു ഘട്ടം. വിധി പ്രസ്താവനക്ക് മുമ്പ് അയാൾ മരിച്ചുപോയെങ്കിൽ അത്രയും നന്നായി എന്ന് ആഗ്രഹിച്ച ഒരു ഘട്ടം. പക്ഷെ അദ്ദേഹത്തെ ചില സഹോദരങ്ങൾ ഏറ്റിപ്പിടിച്ചു കൊണ്ടുവരികയും അദ്ദേഹത്തെ വിധി മാനിക്കാൻ ഞങ്ങൾ ഒരുക്കമാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്ത ഘട്ടം. അദ്ദേഹത്തിന്റെ തീരുമാനം എന്താണെങ്കിലും ഞങ്ങൾ അംഗീകരിക്കാൻ തയ്യാറാണ്. സഅദ് വിധി പറഞ്ഞു. എന്താണ് സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞ വിധി? ഒരു രാജ്യവുമായി കരാറിലേർപ്പെട്ട് അവർ വഞ്ചാ നിലപാടുകൾ സ്വീകരിച്ച് അവർക്കെതിരെ വിജയം നേടിയാൽ അവിടെയുള്ള പുരുഷന്മാരെയെല്ലാം വാളിനിരയാക്കണമെന്നും സ്ത്രീകളെയും കുട്ടികളെയും അടിമകളാക്കണമെന്നും സമ്പത്ത് കൊള്ളയടിക്കണമെന്നുള്ള കൃത്യമായ ഇന്നും ആവർത്തന പുസ്തകത്തിന്റെ 20-ാം അധ്യായത്തിൽ കാണാം ആ നിയമം. ആവർത്തന പുസ്തകത്തിന്റെ 20-ാം അധ്യായത്തിൽ നമുക്ക് കാണാം. 12 മുതൽ 19 വരെയുള്ള വരികൾ എടുത്തു നോക്കൂ. ഒരു രാജ്യവുമായിട്ടുള്ള കരാർ ലംഘിച്ചുകൊണ്ടുള്ള യുദ്ധ നടപടികൾ സ്വീകരിച്ചാൽ പുരുഷ പ്രജകളെ ഒന്നടങ്കം കൊല്ലണമെന്നും സ്ത്രീകളെയും കുട്ടികളെയും അടിമകളാക്കണമെന്നും സമ്പത്ത് മുഴുവൻ കൊള്ളയടിക്കണമെന്നും ഈ നിയമം സഅദ് മുന്നോട്ട് വെച്ചപ്പോ അവർക്ക് എതിർക്കാൻ കഴിഞ്ഞില്ല. ഒന്ന്, അവർ മുന്നോട്ട് വെച്ച മധ്യസ്ഥനാണ്. അദ്ദേഹത്തിന്റെ വിധി പൂർണ്ണമായും കേൾക്കാമെന്ന് അംഗീകരിച്ചവരാണ് അവർ. ഇനി എതിർക്കാനുള്ള വകുപ്പുമില്ല. തങ്ങളുടെ കയ്യിലുള്ള പ്രമാണങ്ങൾ എടുത്തു നോക്കുമ്പോൾ അതിനും വകുപ്പില്ലാത്തൊരവസ്ഥയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെയും അവരോട് കരുണ കാണിക്കുകയാണ്. ഇസ്ലാമിക രാഷ്ട്ര സംവിധാനത്തിന് ഭീഷണിയാകുന്നവർക്കെതിരെ മാത്രമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശിക്ഷാ നടപടി സ്വീകരിച്ചത്. അല്ലാത്തവർക്ക് മദീനക്ക് പുറത്തുണ്ടല്ലോ, അതെ, ഖൈബറിലെ ജൂതന്മാർ കോട്ട കൊത്തളങ്ങൾ കെട്ടി താമസിക്കുന്നുണ്ട്. ഒരുപാട് ആളുകൾ അങ്ങോട്ട് പോകാനും അവർക്ക് അവിടെ സുരക്ഷിതമാകാനുള്ള അവസരം കിട്ടി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെയുള്ള സ്ത്രീകളെയും കുട്ടികളെയും അടിമകളാക്കി എന്ന പച്ചയായ സ്വഹീഹായ അല്ലെങ്കിൽ സ്ഥിരപ്പെട്ട ചരിത്ര വസ്തുതകൾ നമുക്ക് കിട്ടില്ല. പലപ്പോഴും ഇത് കിട്ടുന്നത് ഇസ്ലാം വിമർശകരായ ചില ഓറിയന്റലിസ്റ്റുകാരുടെ എഴുത്തുകാരിൽ നിന്നും അതേപോലെ തന്നെ ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കുവാൻ വേണ്ടി ചില മിഷണറി പ്രവർത്തകർ എഴുതിവിട്ട ചവർ പുസ്തകങ്ങളിൽ നിന്നുമാണ് പലപ്പോഴും പല ആളുകൾക്കും അത് കിട്ടുന്നത്. കേരളത്തിൽ പോലും മുഹമ്മദ് നബി പ്രചരണവും യാഥാർത്ഥ്യവും കൊണ്ടൊരു പുസ്തകം ഇറങ്ങിയിരുന്നു. ഇവിടെ മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പ് ഇറാനിലെ അലി ദാസ്തി എന്ന് പേരുള്ള ഒരാൾ, അങ്ങനെ ഒരാളുണ്ടോന്ന് തന്നെ അറിയില്ല, അയാൾ പേർഷ്യയിൽ എഴുതിയൊരു പുസ്തകം, പേർഷ്യൻ ഭാഷയിൽ എഴുതിയ പുസ്തകം, അത് ഇംഗ്ലീഷിലേക്ക് ആരോ ട്രാൻസ്ലേറ്റ് ചെയ്തു. ആരാണെന്ന് ഇപ്പോഴും വ്യക്തമല്ല. ആ പുസ്തകമാണ് മലയാള മണ്ണിൽ ചില യുക്തിവാദി നേതാക്കന്മാർ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് മലയാളത്തിലേക്ക്. പച്ച കവർ കൊടുത്ത് കാലിഗ്രഫി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് എഴുതി മുഹമ്മദ് നബി പ്രചരണവും യാഥാർത്ഥ്യവും എന്ന് എഴുതിയപ്പോ സാധാരണക്കാരായ മുസ്ലിങ്ങൾ വിചാരിച്ചു റസൂലുള്ളാഹിനെ പരിചയപ്പെടുത്തുന്ന നല്ലൊരു പുസ്തകം എന്നാണ്. പൈസ കൊടുത്ത് വാങ്ങിച്ചു നോക്കുമ്പോഴാണ് പച്ചത്തെറിയും എല്ലാ അർത്ഥത്തിലുള്ള ദുരാരോപണങ്ങളും. ഇതേ പുസ്തകത്തിന്റെ കവർ കീറി ചില ആളുകൾ, എന്നിട്ട് അഡ്രസ് ഇല്ലാതെ കേരളത്തിലെ ചില തീരപ്രദേശങ്ങളിൽ ചുവന്ന ചട്ട ഒട്ടിച്ചുകൊണ്ട് ചില ആളുകൾ 10,000 വിതരണം ചെയ്തു. മറ്റു ചില ആളുകൾ ഇതേ പുസ്തകത്തിന്റെ പേജുകൾ ഗണ്ഡശ ലേഖനങ്ങളാക്കി കേരളത്തിലെ ചില ആഴ്ചപ്പതിപ്പുകളിലും ആനുകാലികങ്ങളിലും ഗണ്ഡശ ലേഖനങ്ങളാക്കി എഴുതിവിടുകയും ചെയ്തു. വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ രംഗത്തുള്ള കൃത്യമായ മറുപടി ഇസ്ലാമിക പണ്ഡിത നേതൃത്വം പണ്ടേക്ക് പണ്ടേ നൽകി കഴിഞ്ഞിട്ടും ചരിത്രത്തെ വളച്ചൊടിച്ച് ഇത്തരത്തിലുള്ള കുപ്രചരണങ്ങളും തെറ്റിദ്ധാരണകൾക്കും നേതൃത്വം നൽകുന്ന ശ്രമങ്ങൾ ഇന്നുമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത സമീപനങ്ങൾ ഇസ്ലാമിക രാഷ്ട്ര നേതൃത്വത്തിന് ഭീഷണിയാകുന്നവർക്കെതിരെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ശിക്ഷാ നടപടി സ്വീകരിച്ചു. ഇവിടെ ഈ ബനൂ ഖുറൈളക്കാരെ, ബനൂ കൈനുകായിനെയും ബനൂ നളീറുകാരനെയും പുറത്തുവിട്ടപ്പോഴുള്ള അനുഭവമാണ് അഹ്സാബ് യുദ്ധത്തിൽ ഈ വല്ലാത്ത
വല്ലാത്ത അനുഭവം ഉണ്ടായത്. ഈ ഒരു ഘട്ടത്തിൽ ഇസ്ലാമിക രാഷ്ട്ര നേതൃത്വത്തിന് ഭീഷണിയാകുന്ന ആളുകളെ പിന്നെയും നിരപരാധികളായി നിർഭയം വെറുതെ വിട്ടാൽ എന്തായിരിക്കും മദീനയുടെ അടുത്ത സ്ഥിതി എന്ന് ആലോചിക്കാൻ ബാധ്യതയുണ്ട് ഇസ്ലാമിക രാഷ്ട്ര നേതൃത്വത്തിന്. ഇസ്ലാമിക രാഷ്ട്ര സംവിധാനത്തിന് നായകനാകട്ടെ ആ നാടിനെ കാക്കാൻ വേണ്ടി കിടങ്ങു കുഴിക്കുവാനടക്കം വയറ്റിൽ കല്ല് കെട്ടിവെച്ച് പണിയെടുത്തവരായിരിക്കെ നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ പ്രവാചകൻ നിരപരാധികൾക്കെതിരെ ശിക്ഷാ നടപടി സ്വീകരിച്ചതായി ഒരൊറ്റ സംഭവം ഉദ്ധരിക്കാൻ കഴിയില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, ഈ ഗോത്രത്തിന്റെ സമീപനങ്ങൾ കൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്കെതിരെ നിലപാടുകൾ സ്വീകരിച്ചത്. ബനു ഖുറൈളക്കാരോട് ചെയ്ത ഇപ്പണി ആദ്യം തന്നെ ബനു ഖൈനുഖാഇനോടും ബനു നദീറുകാരോടും ചെയ്യാമായിരുന്നു പ്രവാചകന്. എന്തേ പ്രവാചകൻ ചെയ്തില്ല? ബനു ഖുറൈളക്കാരോട് മാത്രം എപ്പോ മുഴുവൻ അംഗങ്ങളെയും കൊന്നൊടുക്കുക എന്ന സമീപനവും സ്വീകരിക്കാതെ ഇസ്ലാമിക രാഷ്ട്ര സംവിധാനത്തിന് ഭീഷണിയാകുന്നവർക്ക് മാത്രമേ നടപടി സ്വീകരിച്ചുള്ളൂ. ബാക്കിയവർക്ക് നിർഭയരായി അവരുടെ മദീനക്ക് പുറത്തുള്ള കുടുംബക്കാരിലേക്ക് ചേക്കാറാനും പോയി പോകാനുള്ള അവസരങ്ങളാണ് ഇസ്ലാമിക രാഷ്ട്ര സംവിധാനം അവർക്ക് നൽകിയത്. ഇത് കുറെ കാലമായി ഇസ്ലാം വിമർശകർ കെട്ടിയെഴുന്നള്ളുന്ന ഒരു ആരോപണമാണിത്. യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ ചരിത്രത്തെ നേർക്കുനേരെ കേട്ട് മനസ്സിലാക്കുക. അതെ, നമ്മൾ അറിയേണ്ട ഒരു കാര്യം, പലപ്പോഴും ഇത്തരം സംവാദങ്ങളും ഇത്തരം ചർച്ചകളും വെക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഇസ്ലാമിനെ ആർക്കും വിമർശിക്കേണ്ടെന്ന് പറയാനൊന്നും നമ്മൾ ആളല്ല. ആർക്കും വിമർശിക്കാം, എല്ലാ മതവും വിമർശിക്കപ്പെട്ടിട്ടുമുണ്ട്. പക്ഷേ ആ വിമർശനങ്ങൾ പച്ചയായ ചരിത്ര വസ്തുതകളുടെ വെളിച്ചത്തിലാകണം, പച്ചയായ കാമ്പിന്റെയും കഴമ്പിന്റെയും വെളിച്ചത്തിലാകണം. ആരെങ്കിലും എന്തെങ്കിലും എഴുതിവിട്ടതിന്റെ വിശദീകരിച്ചതിന്റെ വെളിച്ചത്തിലാകരുത്. സൃഷ്ടിപരമായ വിമർശനങ്ങൾ നടക്കേണ്ടതുണ്ട്. ആ വിമർശനങ്ങൾക്ക് കഴമ്പുണ്ടാകണം, അതും പച്ചയായ ചരിത്ര വസ്തുതകളാകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരർത്ഥത്തിലുള്ള നിരപരാധികൾക്കെതിരെയുള്ള ശിക്ഷാ നടപടികളും സ്വീകരിച്ചിട്ടില്ല. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും ഇസ്ലാമിന്റെ അന്തസത്തയും കാമ്പും കാതലും ആത്മാവും ഉൾക്കൊള്ളുന്ന ഒരു മുസ്ലിമിനും നിരപരാധികൾ അറുകൊല ചെയ്യുക എന്ന അതിക്രമങ്ങൾ ഏർപ്പെടാനും കഴിയില്ല. ചരിത്രത്തിൽ ഒരുപാട് സംഭവമുണ്ടല്ലോ. അങ്ങനെ ഉദ്ധരിക്കുകയാണെങ്കിൽ കുരിശ് യുദ്ധ പടയോട്ടങ്ങൾ നടന്നിട്ടില്ലേ? ഞാൻ അതിലേക്ക് കടക്കുകയല്ല. ഒരുപാട് എന്തെല്ലാം നടന്നു. സലാഹുദ്ദീൻ അയ്യൂബിയുമായി ബന്ധപ്പെട്ടുള്ള സിംഹഹൃദയനായ റിച്ചാർഡിനെ പോലെയുള്ള ആളുകളുടെ സമീപനങ്ങൾ, യുദ്ധമുഖത്തു പോലും കാരുണ്യം എന്തെന്ന് പഠിപ്പിച്ചു കൊടുത്തു സലാഹുദ്ദീൻ അയ്യൂബി പോലുള്ള ആളുകൾ. സിംഹഹൃദയനായ റിച്ചാർഡ് ഒരു ഫലസ്തീന്റെ ഭൂമിയിൽ നിന്ന് തിരിഞ്ഞു പോകുമ്പോ യുദ്ധരംഗത്ത് മാനിക്കേണ്ട കരുണയും സ്നേഹവും മാന്യതയും എന്തെന്ന് റിച്ചാർഡിനെ പോലെയുള്ള ആളുകൾക്ക് പകർന്നു കൊടുക്കാൻ സലാഹുദ്ദീൻ അയ്യൂബിയെ പോലുള്ള നേതാക്കന്മാർക്ക് കഴിഞ്ഞത് എന്തുകൊണ്ടാണ്? അദ്ദേഹത്തിന്റെ കുതിരക്ക് പരിക്കേറ്റ യുദ്ധഘട്ടത്തിൽ പോലും തന്റെ 2 കുതിരയെ പറഞ്ഞു കൊടുത്ത് സഹായിച്ച സലാഹുദ്ദീൻ അയ്യൂബിയെ പോലുള്ള ആളുകൾ, അവർക്കൊക്കെ എവിടെ നിന്നാണ് മാതൃക? മദീന ഫലസ്തീനിന്റെ പ്രത്യേകകാല സാഹചര്യത്തിൽ കൊടും ശൈത്യത്തിൽ പിടുത്തം കിട്ടാതെ അല്ലെങ്കിൽ രോഗം വന്ന് തളർന്നു കിടക്കുന്ന റിച്ചാർഡിനെ തന്റെ വൈദ്യനെ നിയോഗിച്ചുകൊണ്ട് ശുദ്ധജലം നൽകി മരുന്നുകൾ നൽകി പറഞ്ഞുവിട്ട സലാഹുദ്ദീൻ അയ്യൂബിയെ പോലുള്ള ചരിത്രം കണ്ട ശ്രദ്ധേയമായ നേതാക്കന്മാർക്ക് ആ രംഗത്ത് യുദ്ധരംഗത്തുള്ള മാന്യതയും നിയമവും മര്യാദയും എന്തെന്ന് പഠിപ്പിച്ചു കൊടുത്ത പ്രവാചക മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിരപരാധികൾക്കെതിരെ അതിക്രമ നടപടികൾ സ്വീകരിക്കുമെന്നോ? ഒരിക്കലുമില്ല. അതുകൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വമാ അർസലനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, കാരുണ്യത്തിന്റെ നിറകുടം തന്നെയാണ്. ഒരർത്ഥത്തിലും നിരപരാധികൾക്കെതിരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശിക്ഷാ നടപടി സ്വീകരിച്ചിട്ടില്ല. അതേസമയം അതിക്രമകാരികൾക്കെതിരെ നീതിയുക്തമായ നിലപാടുകൾ സ്വീകരിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവിടെ പോലും പലപ്പോഴും വിട്ടുവീഴ്ചയുടെ മാപ്പിന്റെ സമീപനമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം. മക്കയിൽ നമുക്കറിയാലോ, മക്ക വിജയവേളയിൽ തന്റെ കൺമുന്നിൽ വെച്ച് തന്റെ അനുയായികളെ കൊടും ക്രൂരമായി കൊന്നൊടുക്കിയ, അല്ലെങ്കിൽ വളരെ ക്രൂരമായി കൊന്നൊടുക്കിയ ആളുകൾക്ക് പോലും മാപ്പ് നൽകിയ റസൂലുള്ളാഹ് തന്നെ പച്ചത്തെറി പറഞ്ഞ് മക്കയിലെ തെരുവുകളോളം പ്രഖ്യാപനങ്ങളുമായി അറേബ്യൻ സാഹിത്യത്തിന്റെ എല്ലാ കഴിവും നിപുണതയും ഉപയോഗിച്ചുകൊണ്ട് തെറിപ്പൂരങ്ങൾ നടത്തിയ സുഹൈൽ ബിൻ അംറിനെ പോലെയുള്ള ആളുകൾക്ക് മാപ്പ് നൽകിയ റസൂലുള്ളാഹ് തന്റെ കഴുത്തിനേറെ മൂർച്ചയുള്ള വാള് നീട്ടിയ അതേ കാട്ടറബിക്കും ജൂത നേതൃത്വത്തിനും മാപ്പ് നൽകിയ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തനിക്ക് ഭക്ഷണം നൽകി ആ ആടിന്റെ മാംസത്തിൽ വിഷം കലക്കി കൊടുത്ത ജൂത സ്ത്രീക്ക് പോലും മാപ്പ് നൽകിയ റസൂലുള്ളാഹ് കൂടെയുള്ള അനുചരന്മാർ അത് തിന്ന് റസൂലുള്ളാഹിന്റെ കൺമുന്നിൽ വെച്ച് ആ സ്പോട്ടിൽ പടഞ്ഞു മരിച്ചു. കൂടെയുള്ള മറ്റാളുകൾ പറഞ്ഞു, കൊല്ലട്ടെ ഇവളെ, കൊന്നുപോകരുത്, ഇല്ല, അരുത് എന്ന് വിലക്കിയ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മരണാസന്നനായി ആയിഷ റളിയല്ലാഹു അൻഹയുടെ മടിയിൽ കിടക്കുമ്പോൾ പ്രവാചകൻ പറഞ്ഞ ചില വർത്തമാനങ്ങളുണ്ട്. ആയിഷ, ഞാൻ അന്ന് തിന്ന വിഷത്തിന്റെ രുചി എന്റെ നാവിൽ ഞാൻ അനുഭവപ്പെടുന്നു എന്ന്, എനിക്ക് അനുഭവമുണ്ട്, അനുഭവിക്കുന്നുണ്ട് ഞാൻ അതിന്റെ രുചിയെന്ന്. അങ്ങനെയുള്ള ആ ജൂത സ്ത്രീയെ പോലും കൊല്ലരുത് എന്ന് പറഞ്ഞ് അവരെ വെറുതെ വിട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
എങ്ങനെയാണ് നിരപരാധികൾ അറുകൊല ചെയ്യുന്നവനായി മുദ്രകുത്താൻ ഇവർക്ക് കഴിയുക? ഇല്ല. ലോക ചരിത്രത്തിലേക്ക് കടന്നു വന്ന മുഴുവൻ പ്രവാചകന്മാരും, അത് ആദമാകട്ടെ, നോഹാകട്ടെ, ലോത്താകട്ടെ, അബ്രഹാം ആകട്ടെ, ഇസ്മായിൽ ആകട്ടെ, ഇസഹാക്ക് ആകട്ടെ, മോസസ് ആകട്ടെ, ജീസസ് ആകട്ടെ, ഈസ അലൈഹി സ്വലാത്തു വസ്സലാമയാകട്ടെ, മുഴുവനും നന്മയുടെയും നീതിയുടെയും വിട്ടുവീഴ്ചയുടെയും മകുടോദാഹരണങ്ങളാണ് എന്നതാണ് ചരിത്രപരമായ വസ്തുത. ആ വസ്തുതകൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇത്തരം തെറ്റിദ്ധാരണകളിലോ അല്ലെങ്കിൽ ഇസ്ലാമിക ചരിത്രത്തെ വളച്ചൊടിച്ചുകൊണ്ട് അവതരിപ്പിക്കപ്പെടുന്ന ചരിത്ര ഗ്രന്ഥങ്ങളിലോ അല്ലെങ്കിൽ അത്തരം ആളുകളുടെ എഴുത്തുകളിലിരുന്നോ, പ്രത്യേകിച്ച് ഓറിയന്റലിസ്റ്റ് കൃതികളിലിരുന്നോ, പ്രത്യേകിച്ച് ഇരുട്ടിന്റെ ശക്തികളുടെ പേനത്തുമ്പുകളിലൂടെ വിഹരിക്കപ്പെട്ട ലേഖനങ്ങളിൽ നിന്നോ ആകരുത് ഇസ്ലാമിന് പഠിക്കേണ്ടത് എന്നാണ് വളരെ ഗൗരവത്തോടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടത്താനുള്ളത്. എന്റെ സംശയം പൂർണ്ണമായിട്ട് തീർന്നില്ല. ഞാൻ ചോദിച്ചതിനല്ല സാർ ഉത്തരം പറഞ്ഞത്. ഞാൻ ചോദിച്ചത് നിരപരാധികളോട് കരുണ കാണിക്കണമെന്നാണ്. 25 ദിവസം ഉപരോധം നടത്തി ഇറങ്ങി വന്ന ഒരു വലിയൊരു സമൂഹത്തെ മുഴുവൻ ആരൊക്കെയാണ് കുറ്റം ചെയ്തത്, ആരൊക്കെയാണ് നിരപരാധികളെന്ന ഒരു ചോദ്യോത്തരങ്ങളില്ലാതെ ഒരു മധ്യസ്ഥന്റെ കൊടും ക്രൂരതയ്ക്ക് വിട്ടുകൊടുത്തുകൊണ്ട് ഇസ്ലാമിക രാഷ്ട്ര നേതൃത്വം അറുംകൊല ചെയ്യുകയായിരുന്നു. പിന്നെ എന്താണ് നേരത്തെ പ്രസംഗിച്ചു, കഠിന ശത്രുക്കളോട് പോലും സ്നേഹം കാണിക്കുന്നയാളാണ് പ്രവാചകൻ എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ കഠിന ശത്രുക്കളല്ലേ ബനൂ ഖുറൈളക്കാർ? അവരോട് അല്പം കാരുണ്യം കാണിക്കേണ്ടതല്ലേ? ഈ രാഷ്ട്ര നേതൃത്വം മദീനയിലെ രാഷ്ട്ര നേതൃത്വം 10 കൊല്ലം മുമ്പ് ഉണ്ടോ? 10 കൊല്ലം മുമ്പ് ഈ പ്രവാചകൻ ആ നാട്ടിൽ വന്നിട്ടുണ്ടോ? അദ്ദേഹം അതിഥിയല്ലേ? സ്വന്തം നാട്ടുകാരെയല്ലേ ഇറക്കി വിടുന്നത്? ചോദ്യം ഒന്നാമത്തെ വിശദീകരണത്തിന് അദ്ദേഹത്തിന് തൃപ്തിയായില്ല. എല്ലാ ചോദ്യത്തിനും തൃപ്തികരമായി കൊള്ളണമെന്നില്ല. എങ്ങനെയാണ് നമ്മുടെ മനസ്സും കാഴ്ചപ്പാടും താല്പര്യവും അതിനനുസരിച്ചിരിക്കും കാര്യങ്ങൾ. വളരെ ക്ലിയർ ആണ് ഇവിടെ. എന്ത് ചെയ്യണം ബനൂ ഖുറൈളക്കാരെ? ജോൺസൺ സാറാണ് ആ സ്ഥാനത്തെങ്കിൽ എന്ത് ചെയ്യും? ഒരു കവിളും കിട്ടിയാൽ മറ്റേ കവിളും കാണിച്ചു കൊടുക്കുമോ? എല്ലാ അർത്ഥത്തിലുള്ള അതിക്രമങ്ങൾക്ക് നേതൃത്വം നൽകിയ ബനൂ കൈനുക്കാനും ബനൂ നളീറിനും വിട്ടുവീഴ്ച നൽകിയ ആ സംഭവത്തെ എന്താ ഇസ്ലാം വിമർശകർ നോക്കിക്കാണാത്തത്? അവരുടെ ശരീരത്തിൽ നിന്ന് ഒരു രോമം പോലും പൊഴുതാതെ അവർക്ക് നിർഭയരായി പുറത്തു പോകാനുള്ള അവസരങ്ങൾ സൃഷ്ടിച്ച സംഭവത്തെ എന്താ നമ്മൾ മനസ്സിലാക്കാത്തത്? ഇന്ത്യ മഹാരാജ്യത്തിന്റെ അകത്ത് നിന്ന് ഇന്ത്യയിൽ തന്നെ പിറന്ന ആളുകൾ, ഇന്ത്യയിൽ വളർന്ന ആളുകൾ ആഭ്യന്തര കലാപങ്ങൾ സൃഷ്ടിച്ച് ഇവിടെയുള്ള സമാധാന അന്തരീക്ഷം പിച്ചു ചെയ്യുന്നവരാണെങ്കിൽ അവരോടൊന്നും ചെയ്യേണ്ടെന്നോ? അവർക്കെതിരെ ശിക്ഷാ നടപടികൾ സ്വീകരിക്കേണ്ടെന്നോ? ഏത് നിയമമാണത്? ഏത് നീതി വ്യവസ്ഥയാണത്? ബനൂ നളീറുകാർ, ബനൂ കൈനുക്കാവും ബനൂ നളീറുകാരും ചെയ്ത പണിയെല്ലാം ബനൂ ഖുറൈളക്കാർ കണ്ടു. അവർക്കെതിരെ റസൂലുള്ളാഹിന്റെ സമീപനങ്ങൾ കണ്ടു. ഇതെല്ലാം വിട്ടുവീഴ്ച ചെയ്തു പുറത്തുപോയി പൂർവാധികം ശക്തരായി തിരിച്ചടിക്കുന്ന ഒരു ഘട്ടമുണ്ടാകുന്നു. ആ ഘട്ടത്തിൽ മദീനയാകെ വിറക്കൊള്ളുന്നു. ഇനി എന്തു ചെയ്യണം ഇസ്ലാമിക രാഷ്ട്ര നേതൃത്വം? ഇതേപോലെ ബനൂ ഖുറൈളക്കാരെയും പുറത്തുവിട്ടാൽ പിന്നെ മദീന എന്ന രാഷ്ട്ര സംവിധാനം ഉണ്ടാവോ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം ബനൂ ഖുറൈൽ ഈ പറയുന്ന ജൂതന്മാരോട് മാത്രമല്ല കരുണ, സ്വന്തം നാട്ടുകാരോട് മൊത്തത്തിൽ കരുണ കാണിക്കേണ്ടതുണ്ട്. ആ കരുണയുടെ ഭാഗമായി കൊണ്ടാണ് റസൂലുള്ളാഹിന്റെ സമീപനം. ഇനി അതല്ല, പ്രവാചകൻ അത്ര കർക്കശ നിലപാട് സ്വീകരിച്ചിരുന്നുവെങ്കിൽ മദീനയിലെ ബനൂ ഖുറൈളയിലെ ഒരു ചെറിയ കുട്ടി പോലും ജീവനോടുണ്ടാകുമായിരുന്നില്ല. എന്ത് നബി ചെയ്തത്? വിധികർത്താവിന്റെ വിധി എന്താണ്? ആ വിധിയാകട്ടെ അവരുടെ കയ്യിലുള്ള വേദപ്രമാണങ്ങളുടെ വിധിയല്ലേ? എന്തേ അവര് ചോദ്യം ചെയ്തില്ല? ഈ ഒരു സംഭവം ചരിത്രത്തിൽ നടന്നിട്ട്, ബനൂ ഖുറൈളക്കെതിരെയുള്ള സമീപനങ്ങൾ നടന്നിട്ട്, ബനൂ ഖുറൈളയിലെ ഒരംഗവും വിധികർത്താവിന്റെ വിധിയെ ചോദ്യം ചെയ്തില്ല. എന്തുകൊണ്ട്? അവരാവശ്യപ്പെട്ട വിധികർത്താവ്, ആ വിധി അംഗീകരിക്കാമെന്ന് സർവാത്മന സമ്മതിച്ച ആ ടീം, 3 അവരുടെ കയ്യിലെ വേദപ്രമാണങ്ങൾ വരെ അതിന് പിന്തുണ. പിന്നെ എങ്ങനെയാണ് അവർക്ക് അതിനെ നിഷേധിക്കാനും തള്ളാനും പറ്റുക? എന്നിട്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇളവും കരുണയാണ് ചരിത്രത്തിൽ കാണുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തത് ഇസ്ലാമിക രാഷ്ട്ര നേതൃത്വത്തിന്, ഇസ്ലാമിക രാഷ്ട്രത്തിന്, മദീന എന്ന സമാധാന രാഷ്ട്രത്തിന് ഭീഷണിയാകുന്ന പടയാളികളായ യുദ്ധമുന്നണിയിൽ നിന്ന് ക്രൂരമായ നടപടിക്രമങ്ങൾക്ക് നേതൃത്വം നൽകിയ ആളുകളെ മാത്രം ശിക്ഷാ നടപടികൾക്ക് വിധേയമാക്കി. അതല്ലാത്ത കുട്ടികളുണ്ട്, സ്ത്രീകളുണ്ട്, വൃദ്ധരുണ്ട്, പ്രായമുള്ളവരുണ്ട്, രോഗികളുണ്ട്, അതേപോലെയുള്ള ആളുകൾക്കെല്ലാം എല്ലാ അർത്ഥത്തിലും നിർഭയത്വവും നൽകി. കരുണയില്ല എന്നൊരു സാഹചര്യമാണ് ഉണ്ടായിരുന്നതെങ്കിൽ മുഴുവൻ ആവർത്തന പുസ്തകം പറഞ്ഞ നിയമം നടപ്പാക്കാമായിരുന്നില്ല നബിക്ക്. എന്തേ പ്രശ്നം? ആരാ ചോദ്യം ചെയ്യാൻ? ഇസ്ലാമിക രാഷ്ട്ര നേതൃത്വം ഈ നായകനെയും ചോദ്യം ചെയ്യാൻ ആരാ? തങ്ങളുടെ വേദപ്രമാണങ്ങൾ അനുസരിച്ചുകൊണ്ടാണ് ഈ നിയമം നടപ്പാക്കിയതെന്ന് പറയുമ്പോൾ അവിടെ പോലും ചോദ്യം ചെയ്യാനുള്ള വകുപ്പില്ല. എന്നിട്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖൈബറുണ്ട്, മദീനക്ക് പുറത്തുണ്ട്, നിങ്ങളുടെ കുടുംബക്കാരുണ്ട്, നിങ്ങൾക്ക് സർവ്വസമ്പത്തും എടുത്ത് നിർഭയരായി കൊണ്ടുപോയി പോകാം. അതല്ലാതെ മുഴുവൻ ആളുകളെയും പുറത്തുവിട്ടാൽ എന്തായിരിക്കും കഥ? 2 അനുഭവങ്ങൾ മുന്നിലുണ്ടായിരിക്കെ. അതുകൊണ്ട് ക്ഷമയുടെ എല്ലാ നെല്ലിപ്പടികളും കഴിഞ്ഞു.
എല്ലാ അവസ്ഥകളിലും കഴിഞ്ഞു. എന്നിട്ട് അവസാന ഘട്ടത്തിലുള്ള ശിക്ഷാ നടപടിക്രമങ്ങളിൽ വരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഇളവ് ചെയ്തു കൊടുത്തു. അവിടെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശാലമായ ഹൃദയവും ഇളവും കാരുണ്യ സ്പർശവുമാണ് ലോകം കാണുന്നത്. ഇതൊന്നും കാണാൻ തയ്യാറാകാതെ ബനു കൈനുകയിന്റെയോ ബനു നദീറിന്റെയോ മക്ക വിജയത്തിലോ ആ വേളകളിലുള്ള സംഭവങ്ങളോ മറ്റിതര ഗോത്രാംഗങ്ങളോടുള്ള റസൂലുള്ളാഹിന്റെ സമീപനങ്ങളോ ഒന്നും കാണാതെ ഈ ഒരു സംഭവം മാത്രം പ്രൊജക്ട് ചെയ്ത് ആളുകളുടെ മുന്നിൽ അവതരിപ്പിക്കുന്ന ആളുകൾ, അങ്ങനെ എഴുതി ഫലിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകളുടെ താല്പര്യം എന്ത് എന്ന് ഏത് സാമാന്യ ബോധവുമുള്ള ആളുകൾക്ക് കൃത്യമായി ബോധ്യപ്പെടും. അതുകൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ആരോപിക്കാൻ ഈ വിഷയത്തിൽ ഒന്നുമില്ല. നീതിയുക്തമായ രാഷ്ട്രനായകൻ ചെയ്യേണ്ട പണിയെ നബി ചെയ്തിട്ടുള്ളൂ. അവിടെ പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലാത്ത വിനയവും വിട്ടുവീഴ്ചയും മാപ്പും കരുണയും എല്ലാ അർത്ഥത്തിലുള്ള സമീപനവുമാണ് സ്വീകരിച്ചതെന്നാണ് ചരിത്രപരമായ വസ്തുത. അത് തിരിച്ചറിയലാണ് നല്ലത് എന്നാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉണർത്താനുള്ളത്. ജോൺസൺ സമയമുണ്ടെങ്കിൽ പിന്നെ തരാം. അടുത്ത ചോദ്യം. ഞാനൊരു ഹൈന്ദവ സഹോദരനാണ്. പേര് പറയും. പേര് ബാബു. പറഞ്ഞു. വേദോപനിഷത്തുകൾക്ക് അധിഷ്ഠിതമായി ഞാൻ ജീവിക്കുകയാണെങ്കിൽ അള്ളാഹുവിന്റെ സ്വർഗത്തിൽ എനിക്ക് സ്ഥാനമുണ്ടാകുമോ? സഹോദരന്റെ ചോദ്യം വളരെ പ്രസക്തമാണ്. വേദോപനിഷത്തുകളുടെ അടിസ്ഥാനത്തിൽ ഞാൻ ജീവിക്കുകയാണെങ്കിൽ എനിക്ക് സ്വർഗപ്രാപ്തി ലഭിക്കുമോ എന്നാണ്. യഥാർത്ഥത്തിൽ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, മനുഷ്യരായ നമ്മെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം എന്തെന്നറിയാനും ജീവിതം എങ്ങനെയാണ് ചിട്ടപ്പെടുത്തേണ്ടത് എന്ന് മനസ്സിലാക്കുവാനും വേണ്ടി നമ്മൾ ശ്രമങ്ങൾ നടത്തും. അങ്ങനെ ശ്രമങ്ങൾ നടത്തുമ്പോൾ നമുക്ക് മുന്നിൽ ഒരുപാട് മതങ്ങളുണ്ട്, മതഗ്രന്ഥങ്ങളുണ്ട്, വേദപ്രമാണങ്ങളുണ്ട്. ഓരോന്നും നമ്മുടെ തുറന്ന പഠനത്തിന്, ചർച്ചയ്ക്ക് നമ്മൾ വിധേയമാക്കിക്കൊണ്ടേയിരിക്കുന്നു. അങ്ങനെ വിധേയമാക്കിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ഈ വേദപ്രമാണങ്ങളിൽ യോജിക്കുന്ന പല മേഖലകളുമുണ്ട്, അതേസമയം വിയോജിക്കുന്ന മേഖലകളുമുണ്ട്. ആ യോജിക്കുന്ന മേഖലകളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ചില പച്ചപ്പരമ യാഥാർത്ഥ്യങ്ങളാണ് ദൈവം ഒറ്റൊരുത്തനാണ്, ഏകനാണ് എന്ന്, അവനെ മാത്രം ആരാധിക്കണമെന്നും അവന്റെ മാർഗദർശനമനുസരിച്ച് ജീവിക്കണമെന്നും അവനെ നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയില്ല എന്നും, എന്നാൽ അതേസമയം അവൻ സദാ നമ്മെ നിരീക്ഷിക്കുന്നു എന്നും, സൃഷ്ടിപൂജ എല്ലാ അർത്ഥത്തിലും നാശമാണ് എന്നും, സൃഷ്ടിപൂജയിൽ അധിഷ്ഠിതമായി ജീവിതം നയിക്കുന്നവർക്ക് മോക്ഷപ്രാപ്തി സാധ്യമല്ല എന്നും, നിത്യജീവനിൽ പ്രവേശിക്കാൻ കഴിയില്ല എന്നും, സ്വർഗം നേടിയെടുക്കാൻ കഴിയില്ല എന്നും വ്യക്തമാണ്. നമ്മൾ അറിയുക, ആ ഒരു ശ്രമവുമായി നമ്മൾ ഈ വേദപ്രമാണങ്ങളെ സമീപിക്കുമ്പോൾ ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും കൃത്യമായ മാർഗദർശനം അവയിൽ നമുക്ക് കിട്ടുന്നുണ്ടോ? ജീവിതത്തിന്റെ വ്യക്തിജീവിതത്തിൽ, കുടുംബജീവിതത്തിൽ, ദാമ്പത്യ ജീവിതത്തിൽ, സാമ്പത്തിക നടപടിക്രമങ്ങളിൽ, സാമൂഹ്യ നടപടിക്രമങ്ങളിൽ എന്നു തുടങ്ങി മനുഷ്യ ജീവിതത്തിന് നിഖില മേഖലകളിലും കൃത്യമായ വൈരുദ്ധ്യങ്ങളില്ലാത്ത മാർഗദർശനം നമുക്ക് ലഭിക്കുന്നുണ്ടോ? നമ്മൾ അന്വേഷിക്കുകയാണ്. ഇതൊരു അന്വേഷണം മാത്രമാണ്. ആരുടെയും മതവികാരങ്ങൾ വ്രണപ്പെടുത്തുവാനുള്ള വർത്തമാനമോ സംസാരമോ അല്ല. അങ്ങനെ ആരും ധരിക്കുകയും അരുത്. മറിച്ചൊരു തുറന്ന സംവാദം എന്ന നിലയിൽ ആ ഒരു അർത്ഥത്തിൽ തന്നെ നിങ്ങൾ അതിനെ നോക്കിക്കാണുകയും ചെയ്യേണ്ടതുണ്ട്. ഉദാഹരണം, മദ്യവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, മദ്യം വിഷമാണ്. നമ്മുടെ രാഷ്ട്രപിതാവടക്കം ശ്രീ ഗാന്ധി അടക്കം നമ്മെ പഠിപ്പിച്ച കാര്യം. സമൂഹത്തിലെ എല്ലാ തുറകളിലുള്ള ആളുകളും പറയുന്നു മദ്യം ഒഴിവാക്കണം, മദ്യപാനം ശരീരത്തിന് ഹാനികരം. മദ്യക്കുപ്പിയിലും അത് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുവഴി ഉണ്ടാകുന്ന നഷ്ടക്കണക്കുകളുടെ ചർച്ചകൾ നടക്കുന്നു. മാത്രമല്ല, കേരളം ഭരിക്കുന്ന മുഖ്യ രാഷ്ട്രീയ നേതാക്കന്മാരും അതേപോലെ തന്നെ ഭരണ നേതൃത്വത്തിലുള്ള ആളുകൾ പോലും മദ്യനിരോധനത്തെക്കുറിച്ച് വളരെ ഗൗരവമായി ആധികാരികമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. എല്ലാവരും ആഗ്രഹിക്കുന്നു മദ്യം പ്രശ്നമാണ്, ഒഴിവാക്കണം, എല്ലാവർക്കും അറിയാം. എന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം മദ്യത്തെക്കുറിച്ചുള്ള കൃത്യമായ ഒരു മാർഗദർശനം നമുക്ക് കിട്ടേണ്ടതുണ്ട്. ആ മാർഗദർശനം ലഭിക്കുവാൻ വേണ്ടി നമ്മുടെ മുന്നിലുള്ള വേദപ്രമാണങ്ങളെ നമ്മൾ പരതുന്നു, പരിശോധിക്കുന്നു. അങ്ങനെയെങ്കിൽ ചാന്തോകോപനിഷത്തിലെ 5-ാം മണ്ഡലത്തിലെ 5-ാം മണ്ഡലത്തിലെ 10-ാം അധ്യായത്തിലെ 9-ാമത്തെ വചനത്തിൽ നമുക്ക് കാണാം, മദ്യപാനി പതിതനാണ്, മദ്യപാനി പറ്റേ മോശക്കാരനാണ്. ഈ ഒരു വചനം കാണുന്നു. ശരി. അതോടൊപ്പം തന്നെ നമ്മൾ ഋഗ്വേദത്തിന്റെ വരികൾ വായിച്ചു നോക്കുമ്പോൾ ഋഗ്വേദത്തിൽ സാക്ഷാൽ ദേവേന്ദ്രൻ തന്നെ സോമരസം സേവിക്കുന്നവനായി നമുക്ക് കാണാൻ കഴിയുന്നു. സോമരസം എന്ന് പറഞ്ഞാൽ മദ്യമാണ്. അത് കുടിച്ച് മത്തനായി ശത്രുവായ വ്രതനെ വധിക്കുന്ന രംഗങ്ങളാണ് ഋഗ്വേദ സംഹിത വിശദീകരിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യും? ഒരു ഭാഗത്ത് മദ്യപാനി പതിതനാണെന്ന് പറയുന്നു, മറ്റൊരു ഭാഗത്ത് ദേവേന്ദ്രൻ തന്നെ സോമരസം സേവിക്കുന്ന, അങ്ങനെ ശത്രുവിനെ വധിക്കുന്ന രംഗങ്ങൾ കാണുന്നു. എവിടെയാണ് നമ്മൾ നിൽക്കേണ്ടത്? എങ്ങനെയാണ് നമുക്ക് കൃത്യമായ മാർഗദർശനം ലഭിക്കുക?
ഒരു ഭാഗത്ത് മദ്യത്തെക്കുറിച്ചുള്ള മദ്യപാനി സ്വർഗരാജ്യം അവകാശമാക്കില്ല എന്ന് ബൈബിൾ യോവേലിന്റെ പുസ്തകം 5-ാം അധ്യായത്തിൽ പഠിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ മദ്യം നിങ്ങളുടെ അധരങ്ങൾക്ക് നിഷിദ്ധമാക്കപ്പെട്ടു എന്ന് കൊരിന്ത്യർക്ക് എഴുതിയുള്ള ലേഖനം പഠിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ ബൈബിൾ പുസ്തകങ്ങൾ മറിച്ചു നോക്കുമ്പോൾ നോഹാ പ്രവാചകൻ തന്നെ മദ്യപിച്ച് മത്തനാകുന്ന രംഗങ്ങൾ കാണുന്നു. നഅൂദുബില്ലാ. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അങ്ങനെ മദ്യപിച്ചതായി വിശ്വസിക്കാൻ ഒരു മുസ്ലിമിനും കഴിയില്ല. ലോത്ത് പ്രവാചകൻ മദ്യപിച്ച് ലഹരിക്ക് ഉടമയായി പിന്നെ തന്റെ മക്കളെ സമീപിച്ച പെൺകുട്ടികളെ സമീപിച്ച സംഭവങ്ങൾ കാണുന്നു. ഒരിക്കലും ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാം അങ്ങനെ ചെയ്യില്ല. എന്തു വേണം? എവിടെയാണ് കൃത്യമായ മാർഗദർശനം ലഭിക്കുക? അതോടൊപ്പം നമ്മൾ വിശുദ്ധ ഖുർആന്റെ വരികൾ വായിച്ചു നോക്കുന്നു. ഖുർആൻ 5-ാം അധ്യായം മഈദയിലെ 90-91 വചനങ്ങളിലൂടെ ഇന്നമൽ ഖംറു വൽ മൈസ്റു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സുൻ മിൻ അമലി ശൈത്താൻ ഫജ്തനിബൂഹു ലഅല്ലക്കും തുഫ്ലിഹൂൻ. മദ്യമാകട്ടെ, ചൂതാട്ടമാകട്ടെ, പ്രശ്നം വെച്ച് നോക്കലാകട്ടെ, പ്രതിഷ്ഠകളാകട്ടെ പൈശാചികമാണ്, വെടിയണം നിങ്ങൾ. ഫഹൽ അൻതും മുൻതഹൂൻ. നിങ്ങൾ അതിന് വിരമിക്കാൻ നിങ്ങൾക്ക് സമയമായില്ല എന്നുള്ള കർക്കശമായ നിർദ്ദേശങ്ങളും മദ്യം നിഷിദ്ധമാക്കിക്കൊണ്ടുള്ള ഖുർആന്റെ വരികൾ നമുക്ക് വായിക്കാൻ കഴിയുന്നു. നാം അറിയുക, ഒരു മദ്യത്തിന്റെ വിഷയത്തിൽ പോലും കൃത്യമായൊരു മാർഗദർശനം എവിടെ നിന്നാണ് നമുക്ക് ലഭിക്കുന്നത്? ഇതുപോലുള്ള മനുഷ്യ ജീവിതത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യവുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ ഇവിടെ വിഷയാവതരണത്തിൽ സൂചിപ്പിച്ചതുപോലെ മരണാനന്തരം സ്വർഗനരകവുമായി ബന്ധപ്പെട്ട പരാമർശങ്ങളുണ്ട് വേദസംഹിതകളിൽ. അതേസമയം പുനർജന്മവുമായി ബന്ധപ്പെട്ട ചില പരാമർശങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്ന ചാന്തോപനിഷത്തിൽ. നമ്മൾ എവിടെയാണ് നിൽക്കേണ്ടത്? നമ്മുടെ മരണത്തിന് ശേഷം നമ്മൾ വ്യത്യസ്ത പന്നിയും പട്ടിയും ചണ്ടാളനുമായി പുനർജനിക്കുമോ? അതല്ല നമ്മുടെ കർമ്മങ്ങൾക്ക് നീതിയുക്തമായ രക്ഷയും ശിക്ഷയും ലഭിക്കുന്ന സ്വർഗ നരകലോകങ്ങളാണ് ഉണ്ടാവുക? എവിടെയാണ് കൃത്യമായ മാർഗദർശനം? അതേസമയം വിശുദ്ധ ഖുർആന്റെ ആയത്തുകളുടെ താളുകൾ മറിക്കുമ്പോൾ, ഖുർആനിന്റെ വരികളിലൂടെ കണ്ണോടിക്കുമ്പോൾ ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി അന്ന ലഹും ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ. വിശ്വസിക്കുന്ന സൽക്രമകാരികൾക്ക് ഉന്നതമായ സ്വർഗ്ഗലോകമുണ്ട് എന്ന സന്തോഷ വാർത്ത അറിയിക്കുന്നു. 2-ാം അധ്യായം ബഖറ 25-ാമത്തെ വചനം. വല്ലദീന കഫറു വകദ്ദബു ബിആയാതിനാ ഉലൈക അസ്ഹാബുൻ നാരി ഹും ഫീഹാ ഖാലിദൂൻ. സത്യനിഷേധികളായ സത്യത്തെ നിഷേധിച്ച് തള്ളുന്ന ആളുകൾക്ക് ജ്വലിക്കുന്ന നരകശിക്ഷയുണ്ട് എന്ന താക്കീത് ഉണ്ടാകുന്നു. മനുഷ്യ കർമ്മങ്ങൾക്ക് നീതിയുക്തമായ രക്ഷയും ശിക്ഷയും ലഭിക്കുന്ന ഒരു ലോകത്തെക്കുറിച്ച് ഗണ്യതമായി വിശുദ്ധ ഖുർആൻ പറയുന്നു. ഇങ്ങനെ മനുഷ്യ ജീവിതവുമായി ബന്ധപ്പെട്ട വിവിധങ്ങളായ മേഖലകളിൽ കൃത്യമായ മാർഗദർശനം എവിടെ നിന്നാണ് നമുക്ക് ലഭിക്കുക? വൈരുദ്ധ്യങ്ങളില്ലാത്ത മാർഗദർശനം എവിടെ നിന്നാണ് നമുക്ക് ലഭിക്കുക? സംശയത്തിന് സ്ഥാനം നൽകാത്ത വിധം നേരായ വഴി കാണിക്കുന്ന മാർഗവും മാർഗദർശനവും എവിടെ? ഇവിടെയാണ് നമ്മൾ കൃത്യമായി നമ്മുടെ ബുദ്ധിയും ചിന്തയും ഉപയോഗിക്കേണ്ടത്. ഹൃദയം തുറന്ന് ലോകങ്ങളുടെ തമ്പുരാനോട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. എന്റെ മുന്നിലുള്ള വ്യത്യസ്തങ്ങളായ മതഗ്രന്ഥങ്ങൾ, എന്നാൽ എന്റെ ഹൃദയത്തിന്റെ അകത്തട്ടിൽ നിന്ന് ജന്മം കൊണ്ട വസ്തുനിഷ്ഠമായ സംശയങ്ങൾക്ക്, ചോദ്യങ്ങൾക്ക് പലപ്പോഴും ഖണ്ഡിതമായ മറുപടി എനിക്ക് ചിലതിൽ നിന്ന് ലഭിക്കുന്നില്ല. അവിടെയാകട്ടെ ആ മറുപടികളിൽ പോലും വൈരുദ്ധ്യങ്ങളും പോരായ്മകളും ഉണ്ട്. എങ്കിൽ വൈരുദ്ധ്യങ്ങളും പോരായ്മകളും ഇല്ലാത്ത ഒരു ശരിയായ വഴിയും മാർഗവും നീ എനിക്ക് കാണിച്ചു തരണമേ എന്ന് ഒരു മുസ്ലിം എന്ന നിലയിൽ, ഇസ്ലാമിക ആദർശത്തെ നിങ്ങളുടെ മുന്നിൽ തുറന്നു പറയുന്നവൻ എന്ന നിലയിൽ, നിച്ചോപ്രൂത്തിന്റെ പ്രവർത്തകൻ എന്ന നിലയിൽ എനിക്ക് അഭിമാനമുണ്ട്. അതെ, ഇതിന്റെ സംഘാടകർക്ക് അഭിമാനമുണ്ട്. നിങ്ങൾ വിശുദ്ധ ഖുർആന്റെ ആയത്തുകൾ തുറന്നു നോക്കുക. ഇസ്ലാം എന്ന മഹിതമായ ആദർശത്തെ നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. ഇസ്ലാം എന്നത് മുഹമ്മദ് നബി കൊണ്ടുവന്ന ഒരു പ്രത്യേക മതമോ ആശയമോ ആദർശമോ അല്ല. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ നോഹയും ലോത്തും അബ്രഹാമും ഇസ്മായേലും ഇസ്ഹാഖും മോസസും ജീസസും, എന്തിനേറെ യോഹന്നാനും സക്കരിയാവും, അതോടൊപ്പം തന്നെ സോളമനും അയ്യൂബും ദാവീദും തുടങ്ങി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വരെയുള്ള മുഴുവൻ പ്രവാചകന്മാരും പഠിപ്പിച്ച പ്രചരിപ്പിച്ച ദൈവികമായ മാർഗദർശനമാണ് സമാധാനത്തിന്റെ മാർഗദർശനമായി ഇസ്ലാം. അതല്ലാതെ പ്രത്യേകം അറബികൾക്ക് മാത്രം അവകാശപ്പെട്ടതോ അല്ലെങ്കിൽ ലോകത്തിന്റെ ഏതെങ്കിലും കോണുകളിലെ പ്രത്യേക ആളുകൾക്കുള്ള പ്രത്യേക മതമോ ആശയമോ ആദർശമോ അല്ല ഇത്. അതുകൊണ്ട് തന്നെ തുറന്ന പുസ്തകമാണ് ഇസ്ലാം. ഇസ്ലാമിന്റെ ആധികാരിക പ്രമാണമായ വിശുദ്ധ ഖുർആനും സുന്നത്തുമാകട്ടെ നമ്മുടെ ജീവിതത്തിലേക്ക് കൃത്യമായ വെളിച്ചം വീശുന്നു. വൈരുദ്ധ്യങ്ങളില്ലാതെ കൃത്യമായ മാർഗവും മാർഗദർശനവും നൽകുന്നു. അതുകൊണ്ട് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം ആത്യന്തികമായി മോക്ഷം ലഭിക്കണമെങ്കിൽ സട്ടാവായി ഉടയ തമ്പുരാനെ മാത്രം ആരാധിക്കുന്നവനാകണം. ആ സട്ടാവായി ഉടയ തമ്പുരാൻ എങ്ങനെയുള്ളവനാണ് എന്ന് പറഞ്ഞു തരേണ്ടത് സട്ടാവായി ഉടയ തമ്പുരാൻ തന്നെയാണ്. അവൻ എങ്ങനെയാണോ തന്നെ വിശദീകരിച്ചു തന്നത് അതേപോലെ സട്ടാവിനെ മനസ്സിലാക്കേണ്ടതുണ്ട്. സട്ടാവിന് കൃത്യമായി പരിചയപ്പെടുത്തുന്ന വേദപ്രമാണങ്ങൾ ഏതെന്ന് പഠിക്കുമ്പോൾ ആർക്കും ബോധ്യപ്പെടുന്ന ചില പരമയാഥാർത്ഥ്യങ്ങളുണ്ട്. സട്ടാവായി ഉടയ തമ്പുരാനോടുള്ള ബാധ്യതയാണ് അവനെ മാത്രം ആരാധിക്കലും അവന്റെ മാർഗദർശനം അനുസരിച്ച് ജീവിക്കുക എന്നത് അവനോടുള്ള ബാധ്യതയാണ്. അതെ, ആ ബാധ്യതാ നിർവഹണത്തിന്റെ ഭാഗമെന്നോണം സട്ടാവിനെ മാത്രം നമ്മൾ ആരാധിക്കും. അവൻ പഠിപ്പിച്ച മാർഗദർശനങ്ങളിൽ കൃത്യമായ ചൊവ്വായ മാർഗദർശനങ്ങൾ എവിടെയെന്ന് അന്വേഷിക്കുമ്പോൾ വിശുദ്ധ ഖുർആനും സുന്നത്തും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരിച്ചര്യയും നമ്മുടെ മുന്നിൽ തെളിഞ്ഞു നിൽക്കുന്നു. വക്രതകളില്ലാതെ
വൈരുദ്ധ്യങ്ങളില്ലാതെ. അതുകൊണ്ട് തന്നെ ഒരു തുറന്ന പഠനത്തിന് തയ്യാറാകുന്ന ആർക്കും ബോധ്യപ്പെടുന്ന ചില യാഥാർത്ഥ്യങ്ങളാണ്. സട്ടാവിന്റെ മാർഗദർശനത്തെ ആർക്കും ബോധ്യപ്പെടും. ആ ഒരു തുറന്ന പഠനമാണ് നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകേണ്ടത്. വൈരുദ്ധ്യങ്ങളുള്ള, ന്യൂനതകളുള്ള, പോരായ്മകളുള്ള വേദപ്രമാണങ്ങളിലേക്കാണ് പോയി പോകുന്നതെങ്കിൽ ജീവിതത്തിന്റെ വ്യത്യസ്തങ്ങളായ മേഖലകളിൽ നമ്മൾ കൈമലർത്തേണ്ടി വരും, അല്ലെങ്കിൽ മേപ്പോട്ട് നോക്കേണ്ടി വരും, കൃത്യമായ മാർഗദർശനം ലഭിക്കാതെ. അതേസമയം നിങ്ങൾക്ക് വിശുദ്ധ ഖുർആൻ പരിശോധിച്ചു നോക്കാം, പ്രവാചകന്റെ വിശദീകരണമായ പ്രവാചക ജീവിതം പരിശോധിച്ചു നോക്കാം. ആ രംഗത്തുള്ള കൃത്യമായ മാർഗദർശനങ്ങൾ ഒരാൾക്ക് കണ്ടെത്താൻ കഴിയുമെങ്കിൽ വഖുലിൽ ഹഖ്ഖു മിർ റബ്ബിക്കും ഫമൻ ശാഅ ഫൽയുമിൻ വമൻ ശാഅ ഫൽയക്ഫുർ ഇന്നാ അഅ്തദിനാ ലിദ്ദാലിമീന നാറ. ഇത് സട്ടാവിൽ നിന്നുള്ള സത്യമാണ്. ഇഷ്ടമുണ്ടെങ്കിൽ സ്വീകരിക്കാം, ഇഷ്ടം തള്ളാനാണെങ്കിൽ തള്ളാം. പക്ഷേ ഇന്നാ അഅ്തദിനാ ലിദ്ദാലിമീന നാറ, സത്യം സത്യം തന്നെ. സത്യത്തെ വിസ്മരിച്ച് അസത്യത്തിന്റെ വക്താക്കളാകുന്നു നമ്മളെങ്കിൽ അത് ആരാണെങ്കിലും, മുസ്ലിം പേരുണ്ടായിട്ടൊന്നും കാര്യമില്ല, രക്ഷ ഉണ്ടാവില്ല. മറിച്ച് വിശ്വാസവും ആചാരാനുഷ്ഠാന കർമ്മങ്ങളും സട്ടാവിന്റെ മാർഗദർശനം അനുസരിച്ചാകണം. അവർക്കാണ് രക്ഷ. അതല്ല എങ്കിൽ നഷ്ടമായിരിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ 18-ാം അധ്യായം കഹ്ഫിന്റെ 29-ാമത്തെ ആയത്തിലൂടെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് തുറന്ന പഠനത്തിന് തയ്യാറാകുമ്പോൾ കൃത്യമായ ഈ ശരിയായ ചൊവ്വായ വഴിയിലേക്ക്, മാർഗത്തിലേക്ക് എത്തും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരത്തിലുള്ള പഠനങ്ങളാണ് ജ്യേഷ്ഠ സഹോദരന്റെ ഭാഗത്തു നിന്നുണ്ടാകേണ്ടതെന്ന് ഉണർത്തുന്നു. ബാബുവിന് ഉപചോദ്യം. ഒരു സംശയം. താങ്കൾ പറഞ്ഞത് ഖുർആനിനെ അടിസ്ഥാനമാക്കി ജീവിക്കുന്ന ഏതൊരാൾക്കും സ്വർഗം ലഭിക്കുമെന്നാണല്ലോ.